2026 ജൂൺ 23 കഴിഞ്ഞ 2 ദിവസമായിട്ട് കൊട്ടിയൂർ പോയി തൊഴുതതിൻ്റെ അനുഭവ കഥകളാണ് ഈ ഒരു ഓഡിയോയിൽ പറയാൻ ശ്രമിക്കുന്നത്. അപ്പോൾ കൊട്ടിയൂർ എന്ന് പറഞ്ഞാൽ 2 അമ്പലങ്ങളാണ് അവിടെ ഉള്ളത്. ശരിക്കും അക്കരെ കൊട്ടിയൂരും ഇക്കരെ കൊട്ടിയൂരും. ഏതാണ്ട് 1 മാസത്തോളം അക്കരെ കൊട്ടിയൂർ തുറന്നിടും, ആ സമയത്ത് ഇക്കരെ കൊട്ടിയൂർ അടച്ചിടും. അപ്പോൾ ബാംഗ്ലൂരിൽ നിന്നാണ് പോണത്. ഇപ്പോൾ ഈ കൊട്ടിയൂരിൻ്റെ പ്രാധാന്യം എന്ന് പറഞ്ഞാൽ അവിടെയാണ് ദക്ഷയാഗം നടന്നത്. സതീദേവി അപമാനത്താൽ ഒരു സഹിക്ക് വയ്യാതെ അവിടെ യാഗാഗ്നിയിൽ സ്വയം ദഹിക്കുകയുണ്ടായി. ദക്ഷൻ്റെ മകളാണ് സതീദേവി. അപ്പോൾ ആ കഥകളൊക്കെ എല്ലാവർക്കും അറിയാം വിചാരിക്കണം. അപ്പോൾ അങ്ങനെ ദഹിച്ചപ്പോൾ പരമശിവൻ അത് കേൾക്കുകയും ദക്ഷനെ വീരഭദ്രനാൽ കൊല്ലുകയും ചെയ്യുകയാണ്, അല്ലെങ്കിൽ തല അറുക്കുക ചെയ്യണത്. അപ്പോൾ ആ സ്ഥലമാണ് കൊട്ടിയൂർ എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അപ്പോൾ ഈ 1 മാസക്കാലത്തോളം ഈ ദക്ഷയാഗം നടന്ന ഒരു സമയവും ആ ശിവനെ ബാക്കിയുള്ളവർ പ്രീതിപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്യുകയാണ് എന്നാണ് വിശ്വാസം. അപ്പോൾ കുറച്ച് നിഗൂഢമായ പല പൂജകളും ഒക്കെ അവിടെ നടക്കും. പണ്ട് വളരെ വളരെ കുറച്ച് പേരെ അങ്ങോട്ട് പോയിരുന്നുള്ളൂ. പക്ഷേ ഇന്ന് 2 കാലിൽ നടക്കാൻ പറ്റുന്ന എല്ലാവരും അവിടെ പോയി, ക്യാമറകൾ ഉള്ളവരും മൊബൈലുകൾ ഉള്ളവരും എല്ലാവരും അവിടെ പോയി സ്വയം സെൽഫികൾ എടുക്കുകയും സെൽഫി വിത്ത് പെരുമാൾ എന്നൊക്കെ പറഞ്ഞ് പോസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നതാണ് കണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു അപേക്ഷ, പറ്റുമെങ്കിൽ, ഇപ്പം ഞാൻ പോയിട്ടാണ് ബാക്കിയുള്ളവരോട് പോകരുത് എന്ന് പറയുന്നത്, പക്ഷെ എന്നാലും പറ്റുമെങ്കിൽ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാക്കാതെ ആ ഒരു സ്ഥലത്തിൻ്റെ പവിത്രത കാത്തു സൂക്ഷിക്കണം എന്നൊരു അപേക്ഷയാണ്. അപ്പോൾ എന്തായാലും തിരിച്ച് കഥയിലേക്ക് വരാം. അപ്പോൾ ഇതാണ് കൊട്ടിയൂർ. അപ്പോൾ വളരെയധികം അനുഭവങ്ങളും പലരും പറഞ്ഞിട്ടുണ്ട്, അവിടെ പോയി തൊഴുതാലുള്ള ഗുണങ്ങളും ഒക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പം നമ്മുടെ നാട്ടിലുള്ള ഒരു വളരെ ശക്തിയായിട്ടുള്ളൊരു അമ്പലത്തിൽ തൊഴുക എന്നുള്ളത് കഴിഞ്ഞ 2-4 കൊല്ലമായിട്ട് എല്ലാ കൊല്ലവും പോകാറുണ്ട്. അപ്പോൾ അവിടെ തന്ത്രിയുണ്ട്, കോഴിക്കോട്ടിരി എന്നാണ് അദ്ദേഹത്തിൻ്റെ സ്ഥാനപ്പേര് അവിടുത്തെ. ശരിക്ക് ശ്രീധരൻ ചേടത്തമ്പൂരി ആണ്. അപ്പോൾ ഈ ശ്രീധരൻ ചേടത്തമ്പൂരി എൻ്റെ ഒരു അടുത്ത ബന്ധുവാണ്. അപ്പോൾ അതിൽ ഒരു പ്രദീപേട്ടനുണ്ട്. അപ്പോൾ പ്രദീപേട്ടൻ എൻ്റെ ചെറിയമ്മയുടെ ഓപ്പളുടെ മകനാണ്. അപ്പോൾ അങ്ങനെ അദ്ദേഹത്തിനെ അറിയാം, പണ്ട് മുതലേ, കുട്ടിക്കാലം മുതലേ അദ്ദേഹത്തിനെ അറിയാം. അപ്പോൾ ഈ കഴിഞ്ഞ 2-3 പ്രാവശ്യം പോകുമ്പോൾ അദ്ദേഹമായിട്ട് നല്ലോണം പരിചയമായി. അപ്പോൾ ഇക്കൊല്ലം പോകണോ പോകണ്ടയോ എന്നിങ്ങനെ ആലോചിച്ചിരിക്കുമ്പോഴാണ് ഈ പ്രദീപേട്ടൻ്റെ ഒരു മെസ്സേജ്, തനിക്കൊല്ലം വരില്ലേ എന്ന് വെച്ചിട്ട്. അപ്പോൾ അങ്ങനെ ഇത്ര കേവനായിട്ടൊരാൾ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ എങ്ങനെയാണ് പോകാണ്ടിരിക്കാൻ പറ്റുക? അത് പെരുമാൾ എന്നെ ചോദിപ്പിക്കുന്നതാണ് എന്നൊരു തോന്നലാണ് എനിക്ക് തോന്നിയത് ആദ്യം ആ മെസ്സേജ് കണ്ടപ്പോൾ. അപ്പോൾ ഞാൻ പറഞ്ഞു പോകണമെന്നുണ്ട്, പക്ഷേ ബാംഗ്ലൂർ കുറച്ച് തിരക്കിലായിരുന്നു. അതിൻ്റെ ഇടയിൽ ഒരു 2-3 ആഴ്ച മുമ്പ് ഞാൻ അച്ഛനും അമ്മയും കൊണ്ട് ബദരിക്ക് പോയി. അതിൻ്റെ മുമ്പേ മഞ്ജു ഗോമുഖിലേക്ക് പോയി. അപ്പോൾ ആ യാത്രാക്ഷീണവും അതിനോടനുബന്ധിച്ച ചില വയ്യായികളും ഒക്കെ കാരണം ഒരു ഇത്തിരി വയ്യാണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ പോകാൻ പറ്റുമോ എന്നറിയില്ല എന്നുള്ള അവസ്ഥയിലായിരുന്നു. പക്ഷേ ഇത് കണ്ടോടുകൂടി എനിക്ക് ഒരു ഇത് വന്നു, എന്നല്ല പോകണം. ഇങ്ങനെയൊക്കെ ഒരാൾ ക്ഷണിക്കല്ല, വിളിച്ചാൽ, ചോദിച്ചാൽ അത് അവിടെ എത്താൻ പറ്റുക എന്നുള്ളൊരു ഭാഗ്യമാണ്. അപ്പോൾ ഇത്രയും കേമനായിട്ടുള്ളൊരാൾ അവിടുത്തെ തന്ത്രി ചോദിക്കുകയാണെങ്കിൽ വരുന്നില്ലേ എന്ന് ചോദിച്ചാൽ എങ്ങനെ പോകാണ്ടിരിക്കുക? അപ്പോൾ ആ ഒരു മനസ്സുകൊണ്ടാണ് പോവാം എന്ന് വിചാരിച്ചത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ അച്ഛനും അമ്മയ്ക്കും ഈ ബദരി പോയി തിരിച്ച് നാട്ടിലേക്ക് വന്നു. അത് കഴിഞ്ഞപ്പോൾ അച്ഛനും ഒരു തൊണ്ട സുഖമില്ലായ്മയുണ്ട്, അമ്മയ്ക്കും പനിയുണ്ട്. അപ്പോൾ എന്നാൽ എന്തായാലും നാട്ടിലേക്ക് വരണം എന്നുണ്ട്. അപ്പോൾ കൺഫ്യൂഷനായി, ഇനിയിപ്പോൾ ഇല്ലത്തേക്കാണോ വരേണ്ടത് അച്ഛനും അമ്മയും കാണാൻ, അതോ കൊട്ടിയൂർക്ക് പോവുകയാണോ വേണ്ടത്, അതോ ഇത് രണ്ടും കൂടിയിട്ടാണോ വേണ്ടത്? ആകെ കൺഫ്യൂഷൻ. അപ്പോൾ എന്തായാലും കൊട്ടിയൂർ 24-ാം തീയതി അവസാനിക്കും. അതായത് നാളെ അവസാനിക്കും. അവിടുത്തെ എല്ലാ അക്കരെ കൊട്ടിയൂരത്തെ എല്ലാ ആ ഒരു തറയുണ്ട്, ആ തറയൊക്കെ മണ്ണ് വെച്ച് മൂടി അടുത്ത കൊല്ലം വരെ അങ്ങനെ മണ്ണ് വെച്ച് മൂടിയിടും. അങ്ങനെയാണ്. അപ്പോൾ പോയി തൊഴുകയാണെങ്കിൽ 24-ാം തീയതിക്ക് മുമ്പ് പോയി തൊഴണം. അപ്പോൾ ഇന്നലെ 22-ാം തീയതി ആയിരുന്നു. അപ്പോൾ ഇന്നലെ അവസാനം തീരുമാനിച്ചു എന്നാൽ കൊട്ടിയൂർക്ക് അങ്ങോട്ട് പോവുക. അപ്പോൾ അച്ഛനും കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട്. കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് അച്ഛൻ്റെ തൊണ്ട ഒട്ടും സുഖമില്ല. പക്ഷെ എന്നാൽ പേഷ്യൻസിനെ കാണാതിരിക്കാൻ അച്ഛന് തോന്നണമില്ല. കാരണം ഇത്രയും ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടാണ് ഓരോരുത്തർ നിൽക്കുന്നത്. അപ്പോൾ അവരോട് ഇല്ല ഞാൻ കാണില്ല എന്ന് പറയുക എന്നത് പറ്റില്ല എന്നുള്ളതുകൊണ്ട് അച്ഛൻ നല്ല തൊണ്ടവേദന ഉണ്ടെങ്കിലും ഒച്ച പുറത്തേക്ക് വരുന്നുണ്ടെങ്കിലും ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച് ഹോസ്പിറ്റലിലേക്ക് പോവുകയും വീട്ടിൽ വന്ന് വരുന്ന രോഗികളെ കാണുകയും ചെയ്യുന്നു. അപ്പം ഈ ബദരി പോയ 2 ആഴ്ച അച്ഛൻ ആരെയും കാണാത്തതുകൊണ്ട് ഒരു നല്ലൊരു തിരക്കായിരുന്നു. അപ്പോൾ ഒരു 2-3 ദിവസം എല്ലാ ദിവസവും ഒരു 70-80 പേഷ്യൻസിനെ കാണുകയും അവരോട് വർത്തമാനം പറയുകയും ചെയ്യേണ്ടി വന്നതോടുകൂടി കഷ്ടിച്ചൊക്കെ മാറി വന്നിരുന്ന തൊണ്ടവേദന വീണ്ടും കൂടി. അപ്പോൾ അതാണ് ഉണ്ടായത്. അപ്പോൾ എന്തായാലും നാട്ടിലേക്ക് പോരാന്ന് വെച്ചു. അപ്പോൾ എൻ്റെ ഒരു പ്ലാൻ എന്ന് പറഞ്ഞാൽ നേരെ കണ്ണൂർക്ക് വരിക. ഓവർനൈറ്റ് ഒരു ബസ്സുണ്ട് ബാംഗ്ലൂരിൽ നിന്ന്. കണ്ണൂർക്ക് വന്നിട്ട് രാവിലെ കണ്ണൂരിൽ നിന്ന് ആദ്യം
രാജരാജേശ്വര ക്ഷേത്രം, അതായത് പെരിന്തൽകോവിൽ എന്ന് പറയുന്ന അവിടെ പോയി തൊഴുക. പിന്നെ അതിൻ്റെ തൊട്ടടുത്ത് വൈദ്യനാഥൻ്റെ ഒരു അമ്പലമുണ്ട്, അവിടെ പോകാം. പിന്നെ തൃച്ചംബരം കഴിഞ്ഞിട്ട് ചെറുകുന്നിൽ അന്നപൂർണേശ്വരി, അവിടെ ഉച്ചയ്ക്ക് എത്തുക. അവിടുന്ന് പ്രസാദം ഊട്ട് കഴിഞ്ഞ് നേരെ ഒരു 3 മണിയൊക്കെ ആകുമ്പോഴേക്കും ഇവിടെ എത്തുക എന്നൊക്കെയാണ് പ്ലാൻ ഉണ്ടായിരുന്നത്. അത് ഞായറാഴ്ച രാത്രി 4 രാത്രി പോരാന്നൊക്കെ വിചാരിച്ചത്. പക്ഷേ അത് നടന്നില്ല. മഞ്ജുവിന് ചെറിയൊരു തലവേദനയും ഒക്കെ ആയപ്പോൾ അത് തൽക്കാലം ഒന്ന് പോസ്റ്റ്പോൺ ചെയ്തു. എന്തായാലും മിനിഞ്ഞാന്ന് വീണ്ടും പ്രദീപേട്ടനൊരു മെസ്സേജ് അയച്ചു, വന്നില്ലേ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ഉറപ്പിച്ചു എന്തായാലും പോകുക തന്നെയാണ്, സംശയമില്ല എന്ന് പറഞ്ഞിട്ട് തിങ്കളാഴ്ച രാവിലെ ഞാൻ അച്ഛനെ വിളിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞത് കുറയണില്ല, തൊണ്ടവേദന കുറയണില്ല, ശബ്ദം വരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും ഞായറാഴ്ച രാത്രി പോരാനിരുന്നതാണ്. അപ്പോൾ പിന്നെ വിചാരിച്ചു എന്നാൽ തിങ്കളാഴ്ച രാത്രി മതി, മഞ്ജുൻ്റെ തലവേദന മാറിയിട്ട് പോന്നാൽ മതി എന്ന് വെച്ചിട്ട് തിങ്കളാഴ്ച രാത്രിക്ക് വിചാരിച്ച് ഞാൻ പറഞ്ഞില്ല, ഇനി കാത്തു നിൽക്കണില്ല, എന്തായാലും പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് രാവിലെ 10:30 പെട്ടെന്നൊരു ഡിസിഷൻ എടുത്താണ് പോവുക എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ എൻ്റെ ഒരു സുഹൃത്തുണ്ട്, കുറേ കാലമായിട്ട് പരിചയമുള്ള ഒരു ദിലീപ് മുതൂർശി. അപ്പോൾ അയാളും നല്ലോണം ഇങ്ങനത്തെ അമ്പലങ്ങളിലേക്കൊക്കെ പോകാൻ താല്പര്യമുള്ള ഒരാളാണ്. കഴിഞ്ഞ കൊല്ലം അയാളോട് ഞാൻ ചോദിച്ചു, ഇക്കൊല്ലം ഞാനൊന്ന് ജസ്റ്റ് ചോദിച്ചു, അയാൾ മൈസൂരാണ് താമസിക്കുന്നത്, ബാംഗ്ലൂർ വർക്ക് ചെയ്യാണ്. അപ്പോൾ അയാൾ ചോദിച്ചത് വരണോ എന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു ഇല്ല, ഞാൻ ഓഫീസിലാണ്, വരാൻ പറ്റും തോന്നുന്നില്ല അപ്പോൾ എന്ന് പറഞ്ഞു. അതിപ്പോൾ ആ പോണേൻ്റെ ആ ദിവസമാണ് ഞാൻ ചോദിക്കണേ. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും വരും എന്നുള്ളൊരു പ്രതീക്ഷ കുറവ് തന്നെയായിരുന്നു. പക്ഷേ ഇത്ര ആഗ്രഹമുള്ള ഒരാളാകുമ്പോൾ അറിയില്ലല്ലോ എന്തൊക്കെയാണ് ഓരോരുത്തരുടെ മനസ്സിൽ. അപ്പോൾ ഈ പ്രദീപേട്ടൻ എന്നോട് ചോദിച്ച പോലുള്ളൊരു ചോദ്യം ആയിക്കോട്ടെ, ഒരു നിമിത്തമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ചോദിച്ചതാണ്. പക്ഷേ എന്തായാലും അദ്ദേഹം വരണില്ല എന്ന് പറഞ്ഞപ്പോൾ എന്തായാലും ഒറ്റയ്ക്ക് പോകാൻ വെച്ചിട്ട് ഒരു 10:30 അവിടുന്ന് ഇറങ്ങി മെട്രോയിൽ കയറി മെജസ്റ്റിക്കിൽ ഇറങ്ങി മാറി കയറി മൈസൂർ ബസ് സ്റ്റാൻഡിലെത്തി. അപ്പോൾ മൈസൂർ ബസ് സ്റ്റാൻഡിലെത്തി അവിടുന്ന് അടയാറാനന്ദ ഭവനുണ്ട് ബസ് സ്റ്റാൻഡിന് മുമ്പിൽ തന്നെ. അവിടുന്ന് പെട്ടെന്നൊരു ഊണ് കഴിച്ചിട്ട് ഒന്നും ബുക്ക് ചെയ്തിട്ടില്ല, യാതൊരു ബസ്സും ബുക്ക് ചെയ്തിട്ടില്ല, താമസിക്കാനുള്ള സൗകര്യങ്ങൾ ഒന്നും ബുക്ക് ചെയ്തിട്ടില്ല. ആ വരണോടത്തേക്കാണ് എന്നുള്ള ഒറ്റയ്ക്കുള്ള യാത്ര, അതിൻ്റെ ഒരു സുഖമുണ്ടല്ലോ, അപ്പോൾ അത് അനുഭവിച്ച് പോവുകയാണ്. അപ്പോൾ അടയാറിന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ അവിടുന്ന് ഒരു ബസ് ഇങ്ങനെ പുറത്തേക്ക് എടുക്കുന്നുണ്ട്. മൈസൂർ ബസ്സാണ്, വലിയ ബോർഡുണ്ട്, ഒരു 10-200 മീറ്റർ ഉണ്ട് ആ ബസ് സ്റ്റാൻഡിലേക്ക്. ഞാൻ വെച്ചു ഒന്ന് ചെറുതായിട്ട് ഇത്തിരി സ്പീഡിൽ നടക്കാം, എനിക്ക് കിട്ടേണ്ട ബസ്സാണെന്ന് വെച്ചാൽ എനിക്ക് കിട്ടും എന്നുള്ള ഒരു ഇതിൽ, അഹങ്കാരം എന്ന് പറയാൻ പറ്റുമെന്ന് അറിയില്ല. എന്തായാലും അത് നടന്നു, ഇത്തിരി വേഗം നടന്നപ്പോൾ ബസ് ശരിക്കും പറഞ്ഞാൽ പോകേണ്ടതായിരുന്നു. പക്ഷേ അവിടെ എത്തിയപ്പോൾ ഏതോ ഒരു ഓട്ടോക്കാരനോ എന്തോ ഒരു ഊട് വെച്ചു. അപ്പോൾ അയാൾക്കണ്ട് സ്പീഡിൽ പോകാൻ പറ്റില്ല. അപ്പോൾ അവിടെ നിന്ന് സ്റ്റക്കായി. വേഗം പോയി അവിടെ ചെന്ന് ഞാൻ ചോദിച്ചു സീറ്റ് ചെയ്തിയാന്ന് ചോദിച്ചപ്പോൾ ഉണ്ട്, ഒക്കെ ഉണ്ട്, സീറ്റ് പകുതി കൊള്ളും കാലിയാണ് പറഞ്ഞു. അപ്പോൾ അതിൽ കയറിയിരുന്ന് കഴിഞ്ഞ് അപ്പോൾ 1:30 ബസ്സിൽ കയറിയപ്പോൾ 1:30 കയറി, സുഖമായിട്ടുള്ള ബസ്. അപ്പോൾ എൻ്റെ പണ്ടത്തെ മൈസൂർ യാത്രകൾ വെച്ചിട്ട് 3 മണിക്കൂർ കൊണ്ട് മൈസൂർ എത്തും എന്നുള്ളൊരു ധാരണയായിരുന്നു. അപ്പോൾ 4:30 മൈസൂർ എത്തിക്കഴിഞ്ഞാൽ അവിടുന്ന് നേരെ മാനന്തവാടിക്ക് പോകാം. മാനന്തവാടി അന്ന് രാത്രി കിടക്കാം. മാനന്തവാടി എങ്ങനെ വന്നാലും 4:30 പോയാൽ ഒരു 3 മണിക്കൂർ, അപ്പോൾ 4:30, 3:30, 7:30 മാനന്തവാടി എത്താം. എന്നാൽ പറ്റിയാൽ ഭാഗ്യമുണ്ടെങ്കിൽ അന്ന് തന്നെ കൊട്ടിയൂർക്ക് എത്താം എന്നുള്ളതൊക്കെ ആയിരുന്നു ധാരണ. അപ്പോൾ എന്തായാലും മൈസൂർക്ക് എത്തി. ഈ പറഞ്ഞ പോലെ നമ്മുടെ വണ്ടികളല്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് മൈസൂർ എത്തി. ഈ 4:30 എന്ന് വിചാരിച്ചത് ഇയാൾ 3:30 തന്നെ എത്തിച്ചു. അസൽ റോഡാണ്, 6 ലൈൻ റോഡാണ് ബാംഗ്ലൂർ മൈസൂർ. 2 മണിക്കൂർ കൊണ്ട് മൈസൂർ എത്തി. അപ്പോൾ 3:30 എത്തിയില്ലേ, പിന്നെ 7:30 മാനന്തവാടി എത്തുക എന്നുള്ളത് 6:30 എത്താലോ എന്നൊക്കെ പറഞ്ഞ് നോക്കുമ്പോഴാണ് അവിടെ മാനന്തവാടിക്ക് ബസ്സൊന്നുമില്ല. അപ്പോൾ പിന്നെ അന്വേഷിച്ചു. അപ്പോൾ ഗൂഗിൾ മാപ്പിൽ നോക്കുകയാണ് ഓരോ റൂട്ടുകളും ഈ കൊട്ടിയൂർക്ക് എത്താനുള്ളത്. അപ്പോൾ ഒന്നെങ്കിൽ ഇരിട്ടി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, അത് കൊട്ടിയൂരിൻ്റെ കുറേ നോർത്താണ്, മാനന്തവാടി സൗത്തിലാണ്. ഇതിലേതെങ്കിലും ഒരു സ്ഥലത്ത് എത്തിയിട്ട് പിന്നെ കൊട്ടിയൂർക്ക് പോവുകയാണ് വേണ്ടത്. അപ്പോൾ മാനന്തവാടിക്കുള്ള ബസ്സുകൾ ഇല്ല. അപ്പോൾ ഞാൻ അവിടുത്തെ എൻക്വയറിയിൽ ചോദിച്ചപ്പോൾ പറഞ്ഞു ബാംഗ്ലൂരിൽ നിന്നൊരു ബസ് വരുന്നുണ്ട്, അത് 5:30 ഇവിടെ എത്തും. അപ്പോൾ 3:30 ആയിട്ടുള്ളൂ മൈസൂർ എത്തുമ്പോൾ, 5:30 വരും. അതിൽ സീറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കയറി പോകാം, അല്ലെങ്കിൽ 6:30 ഒരു ബസ് ഉണ്ട് മാനന്തവാടിക്ക് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്, അതിൽ സീറ്റ് കിട്ടും, ഏതിലാച്ച പൊക്കോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും അത് നടക്കില്ല എന്ന് മനസ്സിലായി. അത് കഴിഞ്ഞപ്പോൾ എന്നാൽ ഇരിട്ടിക്ക് ഉണ്ടോ നോക്കി, ഇരിട്ടിക്കും ബസ്സൊന്നും കാണാനില്ല. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴാണ് ഇനി കർണാടക ബസ് ഉണ്ടോ നോക്കിയിട്ട് അവിടെ ഞാൻ ചോദിച്ചു ഈ വിരാജ്പേട്ടിലേക്കുള്ള ബസ് ഉണ്ടോ ചോദിച്ചു. അത് ഈ ഇരിട്ടിക്ക് പോകുന്ന വഴിക്കുള്ളൊരു സ്ഥലമാണ് ഈ വിരാജ്പേട്ട്. പലരും ഉണ്ട്, വിരാജ്പേട്ട് സൈഡിലേക്കുള്ള ബസ് ഇന്ന പ്ലാറ്റ്ഫോമിൽ 7ാമത്തെ പ്ലാറ്റ്ഫോമിൽ എത്തും എന്ന് പറഞ്ഞു. അവിടെ പോയി നോക്കുമ്പോൾ നമുക്ക് എല്ലാത്തിലും ജിലേബിയാണ്. കന്നഡ വായിക്കാൻ അറിയില്ല. അഹങ്കാരം കൊണ്ട് പറയല്ല, 20 കൊല്ലമായിട്ടും കന്നഡ എഴുതി പഠിക്കുക എന്നുള്ളത് പറ്റിയിട്ടില്ല. പഠിക്കാൻ പല പ്രാവശ്യം ശ്രമിച്ചിട്ടുണ്ട്, പക്ഷേ അത് കഷ്ടിച്ചൊക്കെ പഠിച്ചു വരും. കഴിഞ്ഞ് കായെത്തുമ്പോഴേക്കും എങ്ങനെയാണെന്നുള്ളത് മറക്കും എന്നുള്ള അവസ്ഥയിലാണ്. അപ്പോൾ ഉപയോഗിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആവശ്യം വന്നിട്ടില്ല എന്നുള്ളതുകൊണ്ട് അതിനൊരു എക്സ്ക്യൂസാക്കി എടുത്തേക്കാണ്. അപ്പോൾ എന്തായാലും ഭാഗ്യത്തിന് ഇതിൽ ഇൻട്രസ്റ്റേറ്റ് എന്ന് പറഞ്ഞൊരു ബസ് ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. സൂക്ഷിച്ച് നോക്കുമ്പോൾ ഒരു CAN എന്ന് കാണുന്നുണ്ട്, പിന്നെ കുറേ ഇത് മാച്ചിട്ടുണ്ട്, അവസാനം ഒരു RORE എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഊഹിച്ചത് കണ്ണന്നൂർ എന്നാവും എഴുതിയിട്ടുണ്ടാവുക എന്ന് വെച്ചിട്ട് അവിടെ ആ ബസ്സിൻ്റെ ഡ്രൈവർ നിൽക്കുന്നുണ്ട്. ഡ്രൈവർ ചോദിച്ചു ഇതിപ്പോൾ കണ്ണൂരാണോ എന്ന് ചോദിച്ചു. കണ്ണൂരാണ്. അപ്പോൾ ഈ ഗൂഗിൾ മാപ്പിൽ നോക്കുമ്പോൾ കണ്ണൂർക്ക് പോകാനുള്ളൊരു റോഡ് ഈ വിരാജ്പേട്ട് ഇരിട്ടി വഴിക്കാണ് പോകുക. അപ്പോൾ ഞാൻ ചോദിച്ചു ഇരിട്ടിക്ക് പോവുമോ എന്ന് ചോദിച്ചു. അവൻ ഇരിട്ടി പോവും.
അപ്പോൾ വിളിച്ചു ലിയോക്ക് ബേക്കോ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു കൊട്ടിയൂരാണോ? കൊട്ടിയൂർ നമുക്ക് അറിയുന്ന സ്ഥലമാണല്ലോ. കൊട്ടിയൂരാണെങ്കിൽ നിങ്ങൾ ഇരിട്ടി ഇറങ്ങുക. ഇരിട്ടി നമ്മളൊരു 9 മണിയാകുമ്പോഴേക്കും എത്തും. അവിടുന്ന് പ്രൈവറ്റ് ബസ്സുകളുണ്ടാവും. അപ്പോൾ ഞാൻ ചോദിച്ചു ഈ രാത്രി 9 മണിക്ക് കൊട്ടിയൂർക്ക് ബസ് ഉണ്ടാവുമോ എന്ന് ചോദിച്ചു. ഉണ്ട് ഇഷ്ടംപോലെ ഉണ്ടാവും. ബസ്സില്ലെങ്കിലും കുഴപ്പമില്ല, ജീപ്പുകളൊക്കെ ഉണ്ടാവും ഇഷ്ടംപോലെ എന്ന് പറഞ്ഞു. ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് അതിൽ കയറി. അപ്പോൾ എന്തായാലും കണ്ണൂർക്കുള്ള ബസ്സിൽ ഇരിട്ടി ടിക്കറ്റ് എടുത്തു. അപ്പോൾ അതിൻ്റെ ഇടയിൽ വേണമെന്നുണ്ടെങ്കിൽ ഗോണിക്കുപ്പെ എന്ന് പറഞ്ഞിട്ട് സ്ഥലമുണ്ട്. അപ്പോൾ മാപ്പ് നോക്കുമ്പോഴാണ് കാണുന്നത് ഗോണിക്കുപ്പേന്ന് ഈ ഇരിട്ടിക്ക് പോവാണ്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ കൊട്ടിയൂർക്ക് താഴത്തേക്ക് വരാം. പക്ഷേ അത് നമ്മുടെ സ്വന്തം വണ്ടിക്ക് ആണെങ്കിലേ അത് പറ്റുള്ളൂ. പിന്നെയും അത് ഫോറസ്റ്റ് ഏരിയയാണ്. അപ്പോൾ എത്രണ്ണം പറ്റുന്നില്ല. അപ്പോൾ എന്തായാലും ഗോണിക്കുപ്പ ഇറങ്ങണ്ട, ഇരിട്ടി തന്നെ പോകാം എന്ന് ചോദിച്ചു. കുറച്ച് വളവാണ്, അതായത് ഇങ്ങനെ നോർത്ത് കൂടെ ഇങ്ങനെ വട്ടം ചുറ്റി കൊട്ടിയൂരിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് വന്ന് ആണ് ഈ ഇരിട്ടി നിൽക്കുക. അപ്പോൾ അതിലെന്തായാലും ഇരിട്ടി വരെ പോകാം എന്ന് പറഞ്ഞു. ഇരിട്ടിയിൽ ബസ്സിൽ കയറി. ഇരിട്ടി ഒരു 9 മണിയാകുമ്പോഴേക്കും, പറഞ്ഞ പോലെ തന്നെ 9 മണിയാകുമ്പോഴേക്കും ഇരിട്ടി എത്തി. ഇരിട്ടി എത്തിക്കഴിഞ്ഞപ്പോൾ ചെറിയൊരു ചാറൽ മഴയുണ്ട്. അപ്പോൾ ഡ്രൈവർ പറഞ്ഞതാ ഇവിടുന്ന് ഇങ്ങോട്ട് നടന്നാൽ ബസ്സിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഇത് സാധാരണ ഇപ്പോൾ ചെയ്യുന്നൊരു പരിപാടിയാണ്. ഈ ബസ്സിൽ നിന്ന് ഇറങ്ങുമ്പോൾ സാധാരണ കണ്ടക്ടറോടും ഡ്രൈവറോടും ഒരു താങ്ക് യു പറയുക എന്നുള്ളത്. അപ്പോൾ അത് കാണുമ്പോൾ അവർക്കൊരു ഇതെന്താ ഇങ്ങനെ പറഞ്ഞ് കംപ്ലയിൻറ്റ് പറയാൻ മാത്രമായിട്ടാണ് ആൾക്കാർ സാധാരണത്തിൽ അവരുടെ അടുത്തേക്ക് പോവുക. താങ്ക് യു വരുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ അങ്ങനെ അതൊരു ഒരു 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 സ്വഭാവമായിട്ട് മാറ്റാൻ ശ്രമിക്കുകയാണ്, എല്ലാവരോടും ഒരു താങ്ക് യു ഗ്രാറ്റിറ്റ്യൂഡ് കാണിക്കുക എന്നുള്ളത്. അപ്പോൾ അങ്ങനെ പോയി ബസ്സിൽ നിന്ന് ഇറങ്ങി ചുറ്റി നേരെ ഡ്രൈവറുടെ അടുത്ത് പോയിട്ട് താങ്ക് യു സർ എന്ന് പറഞ്ഞപ്പോൾ ഓക്കെ എന്ന് പറഞ്ഞാൽ അയാൾക്ക് ഭയങ്കര സന്തോഷമായി. അത് കഴിഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു പിന്നിലേക്ക് പോയാൽ മതി, അവിടെ ബസ് സ്റ്റാൻഡ് അവിടെ ജീപ്പുകൾ ഉണ്ടാവും എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് തോന്നുന്നത് കഴിഞ്ഞൊരു മാസമായിട്ട് അയാൾ കാണുന്ന ഒരു കാഴ്ചയാണ് ജീപ്പുകളുള്ളത്. അപ്പോൾ എന്താ വെച്ചാൽ ഈ അക്കരെ കൊട്ടിയൂർ ഏതാണ്ട് ഒരു മാസത്തോളം തുറന്നിടുകയാണെങ്കിൽ അവസാനത്തെ ഒരാഴ്ച സ്ത്രീകൾക്ക് പിന്നെ പ്രവേശനമില്ല. അത് പിന്നെ ഈ പുരുഷന്മാർ മാത്രമേ ഉള്ളൂ. അത്യാവശ്യം ന്യൂസിലൊക്കെ പറയുകയും ചെയ്തും കൊട്ടിയൂർ അവസാനിച്ചു കഴിഞ്ഞു എന്ന് പറയും. അപ്പോൾ എന്താ വെച്ചാൽ ഈ സമയമാകുമ്പോഴേക്കും തിരക്ക് കുറഞ്ഞു. അപ്പോൾ കഴിഞ്ഞൊരു 2-3 ആഴ്ചയായിട്ടുള്ള തിരക്ക് ഇനി ഉണ്ടാവില്ല. അപ്പോൾ ആ കഴിഞ്ഞ മൂന്നും ആഴ്ചത്തെ തിരക്ക് കണ്ടിട്ടാണ് ഇയാൾ പറഞ്ഞിട്ടുണ്ടാവുക ജീപ്പുകൾ കിട്ടും ഇഷ്ടം പോലെ എന്ന് പറഞ്ഞിട്ട്. മാത്രമല്ല ഇതിന് കലം വരവ് എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട് അവസാനത്തെ ഒരു 3 ദിവസം. അവസാനത്തെ 4 ദിവസത്തിലെ ആദ്യത്തെ 3 ദിവസം കലം വരവുണ്ട്. അപ്പോൾ അന്ന് വളരെ നിഗൂഢമായിട്ടുള്ള പല പൂജകളും അവിടെ നടക്കും. അപ്പോൾ എന്താ ഉണ്ടാവുക വെച്ചാൽ എനിക്ക് തോന്നുന്നത് ഇവിടെ അടച്ചിടും. ഒരു വൈകുന്നേരം ഒരു 6 മണി കഴിഞ്ഞാൽ പറയണത് ശിവഭൂതഗണങ്ങൾ അവിടെ വന്നിട്ട് ഇത് മുഴുവൻ നശിപ്പിക്കും. ഈ ദക്ഷനെ കൊല്ലുക എന്നുള്ള ആ ഒരു ഇത് വീരഭദ്രൻ എന്ന് പറഞ്ഞിട്ട് ഒരാൾ ആണ് ശിവൻ എന്താ പറയുക ശിവനായിട്ട് ഉണ്ടാക്കി വിടുകയാണ് ചെയ്യുന്നത് ദക്ഷനെ കൊല്ലാൻ വേണ്ടിയിട്ട്. നമുക്ക് 80കളിലും 90കളിലും ജനിച്ച ആളുകൾക്ക് വീരഭദ്രൻ എന്ന് വരുമ്പോൾ സിദ്ദിഖിൻ്റെ മുഖമാണ് ഓർമ്മ വരിക, ഗോഡ് ഫാദറിലെ. ആ വീരഭദ്രനല്ല ഇത്, ശരി ഒറിജിനൽ വീരഭദ്രൻ. അപ്പോൾ അദ്ദേഹവും ഭൂതഗണങ്ങളും കൂടിയിട്ട് ആ സമയത്ത് അവിടെ താണ്ഡവമാടി ദക്ഷൻ്റെ തല ഇറക്കുക. അപ്പോൾ അതാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ആളുകളെ ഇപ്പോൾ അങ്ങോട്ട് വിടില്ല. വളരെയധികം പണ്ട് കേട്ടേക്കുന്നതാണ് അവിടെ ഉള്ളവർ ലൈറ്റൊക്കെ അണച്ച് മിണ്ടാണ്ട വീടിൻ്റെ ഉള്ളിൽ ഇരിക്കുള്ളൂ. അവിടെയുള്ള കയ്യാലകൾ, അതായത് ഈ ഒരു മാസം താമസിക്കാൻ വേണ്ടി ആളുകളൊക്കെ ഉണ്ടാക്കുന്ന ആളുകൾ വെച്ചാൽ ഈ ക്രിയകൾ ചെയ്യുന്ന നമ്പൂരിമാരും തന്ത്രിമാർ, നമ്പൂരാർ, ചാക്യാർ, അങ്ങനെ കുറേ സ്ഥാനങ്ങളുണ്ട്. അവർക്കൊക്കെ താമസിക്കാനുള്ള ഒരു കയ്യാല, ഒരു ഓല കൊണ്ട് മേഞ്ഞ ഒരു ഒരു വീട് പോലെ ഒന്നാണ്. അപ്പോൾ അതിൽ ഒക്കെ ആണെച്ചാൽ അതിൻ്റെ ഉള്ളിൽ കണ്ണടച്ചിരിക്കണമെന്നോ ലൈറ്റ് അണച്ചിരിക്കണം എന്നൊക്കെയാണ് പറയുക. വളരെ കുറച്ച് പേർക്കേ ആ സമയത്ത് പുറത്തിറങ്ങാനുള്ള അനുവാദമുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ആളുകളെ ഒരു വൈകുന്നേരം 6 മണി കഴിഞ്ഞാൽ അങ്ങോട്ട് വിടുന്നില്ല എന്നുള്ളതാണ് കേട്ടത്. അപ്പോൾ എന്തായാലും ഇരുട്ടി എത്തിയപ്പോൾ രാത്രി 9 മണി 9:15 അപ്പോൾ മിക്കവാറും ഇരുട്ടി താമസിക്കേണ്ടി വരും എന്നുള്ളൊരു പോസിബിലിറ്റി ഉള്ളതുകൊണ്ട് ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് പോരുമ്പോൾ തന്നെ ഞാൻ നോക്കിയിരുന്നു അവിടെ ഏതൊക്കെയാണ് ഹോട്ടലുകളെന്ന്. അപ്പോൾ ഒരു Z സ്ക്വയർ എന്ന് പറഞ്ഞിട്ടുണ്ട്, തറവാട് റെസിഡൻസി ഉണ്ട്, പിന്നെന്താ സഫയർന്നോ അങ്ങനെ എന്താ പറഞ്ഞിട്ട് വേറെ ഒന്നുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ ആദ്യം ഇറങ്ങി ചെറിയൊരു ചാറൽ മഴയുള്ളപ്പോൾ പിന്നെ ഈ രാത്രി 9 മണി തെണ്ടി നടക്കാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ട് ആദ്യം Z സ്ക്വയറിലേക്ക് വിളിച്ചു, അതിലെടുത്തില്ല. തറവാടിലേക്ക് വിളിച്ചപ്പോൾ പറഞ്ഞു എടുത്തു. ഞാൻ ചോദിച്ചു ഒരു സിംഗിൾ ബെഡ്റൂം വേണം. ഉണ്ട്, കുഴപ്പമില്ല വന്നോളൂ എന്ന് പറഞ്ഞു. എന്തായാലും തറവാട് റെസിഡൻസിയിലേക്ക് ഒരു 5 മിനിറ്റ്, അതായത് ഇരുട്ടിയിൽ നിന്ന് ഈ തളിപ്പറമ്പ റോഡ്, ആ റോട്ടിലാണ് ഇത്. ഒരു 5 മിനിറ്റ് അങ്ങോട്ട് നടന്നാൽ ഇത് കിട്ടും. ഇത് കിട്ടുന്നല്ല ഈ തറവാട് റെസിഡൻസി. അവിടെ പോയി പറഞ്ഞ പോലെ തന്നെ അപ്പോൾ വിളിച്ചു, ഇപ്പോൾ വിളിച്ചാളല്ലേ, അതെ റൂം നല്ല അസൽ റൂം തന്നെയാണ്. മാനന്തവാടിയിൽ താമസിച്ച കഴിഞ്ഞ കൊല്ലം മാനന്തവാടി വഴിക്കാണ് ഞാൻ കൊട്ടിയൂർക്ക് പോയത്. അവിടത്തേക്കാൾ എനിക്ക് കുറേ കൂടി വൃത്തിയുണ്ട് തോന്നി ഈ ഒരു ഇരുട്ടി എന്നുള്ള സ്ഥലത്തിന്. മാനന്തവാടി വൃത്തിയില്ല എന്നുള്ളതല്ല, എനിക്ക് പ്രശ്നം പറ്റിയതെന്ന് വെച്ചാൽ അവിടെ ഒരു ക്രിസ്ത്യൻ ഡോമിനേറ്റഡ് ആണ്, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ എന്താ വെച്ചാൽ അവർക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എന്നുള്ളത് ബീഫും പൊറോട്ട അല്ലാതെ ഒരു ഹോട്ടലും ഇല്ല. 2-3 കഴിഞ്ഞ കൊല്ലം ഇതേപോലെ പോയപ്പോൾ 1-2 തട്ടുകടകളിലൊക്കെ ചോദിച്ചു. അപ്പോൾ തട്ടുദോശ എന്നുള്ളത് രാവിലെ ആകുമ്പോൾ കഴിച്ചിട്ട് പോകാൻ പറ്റും എന്ന് വിചാരിച്ചിട്ടാണ് അവിടെ ചോദിച്ചത്. ദോശ കിട്ടില്ല കേട്ടോ, പൊറോട്ടയും ബീഫുണ്ട്, അത് മതിയോ രാവിലെ? അപ്പോൾ എനിക്ക് ഇത് പറ്റിയൊരു സ്ഥലമല്ല
എന്നുള്ളതുകൊണ്ട് ഞാൻ മാനന്തവാടി പ്രിഫർ ചെയ്യാതിരുന്നായിരുന്നു. പക്ഷേ ഇവിടെ നോക്കുമ്പോൾ കുറേയും കൂടിയും ദോശ, ഇഡ്ഡലി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വെജിറ്റേറിയൻ ഹോട്ടലുകൾ 1-2 എണ്ണം കണ്ടു ഇരിട്ടിയിൽ. അപ്പോൾ എന്തായാലും അവിടുത്തെയൊക്കെ കുറച്ചും കൂടി എനിക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കാം. രാത്രി കുറച്ച് നേരെ താമസിച്ചുള്ളൂ, എന്നാലും തരക്കേടില്ലാത്തൊരു സ്ഥലമായിട്ടാണ് തോന്നിയത്. എന്തായാലും അന്ന് രാത്രി ഇരിട്ടി തറവാട് റെസിഡൻസി, തറവാട് ലോഡ്ജ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്, അതിൽ താമസിച്ചു. അത്യാവശ്യം കൊതുണ്ടായിരുന്നു, എന്നാലും കുഴപ്പമില്ല. മഴയല്ലേ, മഴക്കാലമാകുമ്പോൾ തീർച്ചയായിട്ടും കൊതുണ്ടാകുമ്പോൾ അവർ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ എന്തെങ്കിലും കാരണവശാൽ നിങ്ങൾ എപ്പോഴെങ്കിലും അവിടെ പോകുകയാണെങ്കിൽ ഒരു മോസ്കിറ്റോ റിപ്പല്ലൻറ്റോ എന്തെങ്കിലും മേടിച്ച് കയ്യിൽ വെച്ചോളൂ. പിന്നെ എന്നിട്ട് അപ്പോൾ അയാളോട് ഞാൻ ചോദിച്ചു, അപ്പോൾ ഇരിട്ടി ഇറങ്ങിയപ്പോൾ തന്നെ ഞാൻ ചോദിച്ചു, ഇരിട്ടിയിൽ നിന്ന് എൻ്റെ പ്ലാൻ കണ്ണൂരെത്തി, കണ്ണൂരിൽ നിന്ന് അങ്ങോട്ട് പോകുക എന്നുള്ളതായിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ വേറെ ഒന്നുണ്ടായി. അതിൻ്റെ ഇടയിൽ പ്രദീപേട്ടൻ വീണ്ടും മെസ്സേജ് അയച്ചു, എന്തായിടും പറഞ്ഞു, ഞാൻ വന്നുകൊണ്ടിരിക്കുകയാണ്, ഞാനിപ്പോൾ ഇരിട്ടി എത്താറായി, ബാംഗ്ലൂർ മൈസൂർ റോഡിലാണ് അദ്ദേഹത്തിൻ്റെ മെസ്സേജ് കിട്ടിയത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെയാണ് ഞാൻ പ്ലാൻ ചെയ്യണത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു രാത്രിയായിട്ട് അങ്ങോട്ട് വരണ്ട എന്ന് പറഞ്ഞു. അങ്ങനെയാണ് എനിക്ക് മനസ്സിലായത് ഈ രാത്രി അല്ലെങ്കിൽ വൈകുന്നേരം കഴിഞ്ഞാൽ ആളുകളെ അക്കരെ കൊട്ടിയൂർക്ക് കടത്തി വിടില്ല എന്നുള്ളത്. വൈകുന്നേരം ആണെച്ചാൽ ചെന്നോളൂ, അതല്ലാന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും താമസിച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ അവിടെ എത്തിയാൽ മതി. പക്ഷേ ഈ നിഗൂഢ പൂജകളുള്ളപ്പോൾ അത് രാത്രി മുഴുവനും നീണ്ടു നിൽക്കുന്നൊരു തരം പൂജയാണ്. അപ്പോൾ അത് രാവിലെ 3 മണി ഒക്കെ ആയിട്ടേ കഴിയുള്ളൂ. അപ്പോൾ അതിൻ്റെ പിറ്റേ ദിവസം ഈ പൂജയുടെ ഇത് മുഴുവൻ ക്ലീൻ ആക്കിയിട്ട് വേണം പിറ്റേ ദിവസത്തെ പൂജ തുടങ്ങാൻ. അപ്പോൾ എങ്ങനെ പോയാലും ഒരു 8 മണിക്ക് മുമ്പ് അവിടെ എത്തിയിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞു. അത് എന്തായാലും ഇനിയിപ്പോൾ എന്താ വേണ്ടതെന്ന് അറിയില്ല. ഇരിട്ടിയിൽ നിന്ന് നമുക്ക് വേണമെങ്കിൽ ഒന്നുകിൽ തളിപ്പറമ്പിലേക്ക് രാവിലെ ഒരു 5 മണി 4 മണിക്ക് ബസ് ഉണ്ടാവും. 4 മണിക്ക് തളിപ്പറമ്പിലേക്ക് ബസ്സിൽ കയറിയാൽ ഒരു 5-5:15 ആകുമ്പോഴേക്കും രാജരാജേശ്വരൻ്റെ അവിടെ എത്താം. 5 മണിക്കാണ് അമ്പലം തുറക്കുക. അങ്ങനെയൊക്കെയാണ് പ്ലാൻ ചെയ്തത്. അത് കഴിഞ്ഞ് ബസ് സ്റ്റാൻഡിൽ ഇറങ്ങി, ഇരിട്ടി ബസ് സ്റ്റാൻഡിൽ ഇറങ്ങി അവിടുത്തെ കടക്കാരോട് ചോദിച്ചു തളിപ്പറമ്പിലേക്ക് ആദ്യത്തെ ബസ് എപ്പോഴാന്ന് ചോദിച്ചാൽ പറഞ്ഞു 6 മണിക്കുണ്ടാവും. 6 മണിക്കുള്ളൂ. 6 മണിക്കേ ഉള്ളൂ, തളിപ്പറമ്പിലേക്ക് 6 മണിക്കാണുള്ളത്. പക്ഷെ അതും ഏതൊക്കെയോ വളഞ്ഞ വഴിക്ക് പോണതാണ്. അത് 8-8:30 മറ്റേ തളിപ്പറമ്പ് എത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ 8:30 തളിപ്പറമ്പിൽ പോയി ഈ 3-4 അമ്പലങ്ങൾ തൊഴുത് തിരിച്ചിങ്ങോട്ട് എത്തുക എന്നുള്ളത് നടക്കില്ല. അതും ഈ വൈകുന്നേരം 6 മണി ആയി കഴിഞ്ഞാൽ പിന്നെ ഈ തൊഴിലൊന്നും നടക്കാണ്ടി പോകും, കൊട്ടിയൂർ തൊഴിലൊന്നും നടക്കാണ്ടി പോകും. അപ്പോൾ എന്തായാലും വേണ്ട, രാവിലെ നേരെ കൊട്ടിയൂർക്ക് പോയാൽ മതി. അപ്പോൾ ഞാൻ ഇപ്പോൾ അച്ഛനോടും അമ്മയോടും മഞ്ജുനോടൊക്കെ സംസാരിച്ചപ്പോൾ അവരും പറഞ്ഞു വേണ്ട, നീ വെറുതെ ഈ ഓട്ടപ്രദർശനം ആവണ്ട, ഒരു സ്ഥലത്ത് സമാധാനമായിട്ട് തൊഴുക, നമുക്ക് പിന്നെ ബാക്കിയുള്ളടത്ത് നമുക്ക് പിന്നെ പോകാം, ഇതിപ്പോഴേ പറ്റുള്ളൂ, മറ്റത് എപ്പോഴാ ചാവാം എന്നുള്ളതുകൊണ്ട് കൊട്ടിയൂർ മാത്രം മതി എന്ന് വിചാരിച്ച് അന്ന് കിടന്നുറങ്ങി. ഇന്ന് രാവിലെ 6 മണി 8 മണി കഴിഞ്ഞിട്ട് അവിടെ എത്തിയാൽ മതിയല്ലോ. 25 കിലോമീറ്റർ ഉള്ളൂ വരും. അരമണിക്കൂർ കൊണ്ട് വേണ്ട, അരല്ല 1 മണിക്കൂറിനെ പിടിക്കുക, 1 മണിക്കൂർ കൊണ്ട് അവിടെ എത്തും. അപ്പോൾ 7 മണിക്ക് ഇവിടെ ഇറങ്ങിയാൽ 8 മണിക്ക് അവിടെ എത്താം. അപ്പോഴേക്കൊക്കെ ഇവർ വൃത്തിയാക്കി പൂജ തുടങ്ങിയിരിക്കും എന്നൊക്കെ വിചാരിച്ചു. 7 മണിക്ക് ഇവിടുന്ന് ഇറങ്ങി റൂം ചെക്കൗട്ട് ചെയ്തു. നടന്നു കഴിഞ്ഞപ്പോൾ ഒരു പേരാവൂർ എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലത്തേക്കുള്ള ബസ് കാണാനുണ്ട്. അപ്പോൾ ഈ ഗൂഗിൾ മാപ്പിൽ നോക്കിയിട്ട് അപ്പോൾ എനിക്ക് ഏതാണ്ട് ഒരു ഐഡിയ ഉണ്ട് ഈ പേരാവൂർ എവിടെയാണ് എന്നുള്ളത്. അപ്പോൾ ഈ കുട്ടികൾക്ക് പോകുന്ന വഴിക്കുള്ളൊരു സ്ഥലം തന്നെയാണ് ഈ പേരാവൂർ. അപ്പോൾ അങ്ങോട്ട് ഉള്ള ബസ് ആ കണ്ടക്ടറോട് ഞാൻ ചോദിച്ചു, ഇപ്പോൾ കൊട്ടിയൂർക്കാണ് പോകേണ്ടത്, ഇതിൽ കയറി പേരാവൂരിൽ നിന്ന് എനിക്ക് കുറേ കൂടെ, അപ്പോൾ പേരാവൂർ ഒരു ജംഗ്ഷനാണ്, പേരാവൂരിൽ നിന്ന് വേറൊരു വഴിക്ക് പോയാലാണ് ഈ കൊട്ടിയൂരെത്തുക. അപ്പോൾ ഈ എന്താ പറയുക, പേരാവൂരിൽ നിന്ന് കുറേയും കൂടി ബസ്സുകളുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അത് വേണമെന്നില്ല, കൊട്ടിയൂർക്ക് തന്നെ ഒരു ബസ്സുണ്ട്, 7:40 ഒരു ബസ്സുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ നോക്കുമ്പോൾ ഒരു ബസ് ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് കൊട്ടിയൂരിൽ നിന്ന് ഇങ്ങോട്ട് വന്ന ബസ് തിരിച്ച് പോകാൻ ആയിട്ട് ബസ് സ്റ്റാൻഡിലേക്ക് പോകുമായിരിക്കും. അപ്പോൾ പറഞ്ഞു എന്താ വേഗം അതിൽ കയറിയിരുന്നുള്ളൂ, ബസ് സ്റ്റാൻഡ് എന്ന് വെച്ചാൽ 5-10 മിനിറ്റ് നടക്കാൻ്റെ ഉള്ളിലേക്ക്, വേണ്ട ഇതിൽ തന്നെ കയറിയിരുന്നാൽ അതിൽ 7:40, അപ്പോൾ 7:05 7:10 ആയിട്ടുള്ളൂ, കയറിയിരുന്നാൽ മതി, ബസ് സ്റ്റാൻഡിൽ അവരെത്തിച്ചോളും, അവിടുന്ന് നിങ്ങൾക്ക് നേരെ കൊട്ടിയൂർക്ക് പോകാം എന്ന് വെച്ചു. അപ്പോൾ എന്താ നമ്മുടെ ഒരു സ്വഭാവപ്രകാരം നടക്കാൻ ആണല്ലോ ഫസ്റ്റ് പ്രിഫറൻസ്. 5-10 മിനിറ്റല്ലേ നടക്കാനുള്ളൂ, ഏതാണ്ട് 1 കിലോമീറ്റർ നടക്കാനുള്ളൂ. ബസ് സ്റ്റാൻഡിലേക്ക് നടക്കുക എന്നിട്ട് നടന്നപ്പോൾ പോയ ബസ് അവിടെ കാണാണ്ട് കൊട്ടിയൂർ അമ്പലം എന്നിട്ട് ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ നടക്കണതിൻ്റെ ഇടയിൽ ഒരു ബസ്സുണ്ട്, പ്രിയദർശിനി സ്ത്രീകൾക്ക് സൗജന്യ യാത്ര എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു 2-3 മാസം മുമ്പേ കേരളത്തിലെ ഗവൺമെൻറ് മാറി, കോൺഗ്രസ് ഗവൺമെൻറ്റായി. അപ്പോൾ അവരുടെ ഒരു എന്താ പറയുക, ഒരു വാഗ്ദാനം എന്തായിരുന്നു വെച്ചാൽ സ്ത്രീകൾക്ക് ഇനി മുതൽ സൗജന്യ യാത്രയായിരിക്കും KSRTCയിൽ. അപ്പോൾ അതാണ് ഇതും എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഈ എല്ലാ KSRTC ബസ്സിൻ്റെ മുകളിലും അല്ലെങ്കിൽ ലോക്കൽ ബസ്സിൻ്റെ മുകളിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് പ്രിയദർശിനി ബസ് സർവീസ്, സ്ത്രീകൾക്ക് സൗജന്യ യാത്ര എന്നിട്ട്. അത് കൊള്ളാലോ, ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്, ഇലക്ഷൻ കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് അല്ലെങ്കിൽ ഇപ്പോൾ എന്തായാലും ബസ്സിന് ഫ്രീ ആയിട്ട് ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് നോക്കി മുകളിലേക്ക് നോക്കി ബോർഡ് ചെയ്തു, ഇപ്പോൾ എങ്ങോട്ട് പോകണതാന്ന് നോക്കിയപ്പോൾ അത്യാവശ്യം നല്ല പരിചയമുള്ളൊരു സ്ഥലപ്പേര്. അപ്പോൾ ഒന്നും കൂടി ശ്രദ്ധിച്ച് നോക്കിയപ്പോൾ ശ്രീ മൃദംഗ ശൈലേശ്വരി ക്ഷേത്രം എന്നിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ തോന്നി അയ്യോ ഈ അമ്പലത്തിലേക്ക് കഴിഞ്ഞ കൊല്ലം കൊട്ടിയൂർക്ക് വന്നപ്പോൾ പോകണമെന്നുണ്ടായിരുന്നല്ലോ എന്നെനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു. അന്ന് പോകാൻ പറ്റിയില്ല, കാരണം കൊട്ടിയൂരിൽ നിന്ന് പോകുമ്പോൾ അത്യാവശ്യം നല്ലോണം ക്ഷീണിച്ചിരുന്നു. കൊട്ടിയൂർ എത്തിയപ്പോഴേക്കും ഈ പറഞ്ഞ പോലെ എല്ലാ അമ്പലങ്ങളും പോയി കഴിഞ്ഞിട്ടാണ് അന്ന് കൊട്ടിയൂരിൽ നിന്ന് പിന്നെയാണ് കണ്ണൂർക്ക് പോയത്. അപ്പോൾ അത് മൃദംഗ ശൈലേശ്വരിയിലേക്ക് അന്ന് പോകാൻ പറ്റിയില്ല, അന്ന് നല്ല മഴയായിരുന്നു.
അപ്പോൾ ഇത് കഴിഞ്ഞ കൊല്ലം മിസ്സായതാണല്ലോ. ഞാൻ വേഗം ഗൂഗിൾ മാപ്പ് എടുത്ത് നോക്കി ഇതിപ്പോൾ എവിടെയാണ് വരണേ, കൊട്ടിയൂർക്ക് പോകുന്ന വഴിക്കാണോ അതോ ടോട്ടലി ഓപ്പോസിറ്റ് ഡയറക്ഷനാണോ. ജോഗ്രഫി വളരെ മോശമായതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഗൂഗിൾ മാപ്പിൽ നോക്കേണ്ട അവസ്ഥയായിരുന്നു. അതിൽ നോക്കിക്കഴിഞ്ഞപ്പോൾ പോകുന്ന വഴിക്ക് തന്നെയാണ് ഈ സാധനം. അത് നോക്കുമ്പോൾ കാക്കയങ്ങാട് എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട്. ആ സ്ഥലത്ത് നിന്ന് തിരിഞ്ഞ് പോകണം, ഒരു 2 കിലോമീറ്ററോളം ഉള്ളിലേക്ക് പോകണം. അപ്പോൾ സാധാരണഗതിയിൽ വളരെ കുറച്ച് ബസ്സുകളെ ഈ മൃദംഗശൈലേശ്വരി ക്ഷേത്രം വരെ പോകുള്ളൂ. സാധാരണ ഇതിൽ കാക്കയങ്ങാട് പോയിട്ട് പിന്നെ അവിടുന്ന് ഒന്നുകിൽ നടക്കുക അല്ലെങ്കിൽ ഓട്ടോ പിടിച്ച് പോവുക എന്നുള്ളതൊക്കെയായിരുന്നു. അപ്പോൾ ഇതൊരു ഹിൻ്റായിട്ടാണ് തോന്നിയത്. അതൊക്കെ മനസ്സിലൊക്കെ വന്ന് ഈ പറഞ്ഞ ഇത്രയും സമയം ആലോചിച്ച് വന്നപ്പോഴേക്കും ആ ബസ് എടുത്ത് സ്റ്റാൻഡിൽ നിന്ന് പോയി. അപ്പോൾ അയ്യോ പോയി, എന്നാലും നോക്കുക ഒരു ചാൻസും കൂടി തന്നാലോ. അപ്പോൾ ഈ ആദ്യം നിന്നൊരു 10 മിനിറ്റ് 1 കിലോമീറ്റർ അപ്പുറത്തൊരു ബസ് സ്റ്റോപ്പ് ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ഇങ്ങോട്ട് നടന്നിട്ടാണ് ബസ് സ്റ്റാൻഡിലേക്ക് വന്നത്. അപ്പോൾ ഞാൻ ബസ് സ്റ്റോപ്പിലേക്ക് ഒന്ന് നടന്നു നോക്കുക, ചിലപ്പോൾ എങ്ങനെ ഈ ബസ് അവിടെ പോയി നിന്നാലോ. അവിടെ നിന്നാൽ അവിടെ നിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ കയറാം, അങ്ങനെയാണെന്ന് വെച്ചാൽ ഭഗവതി വിളിക്കണതാവും എന്ന ഒരു വിശ്വാസത്തിൽ അതിൽ കയറാം എന്ന് വെച്ചിട്ട് ഒത്തിരി സ്പീഡിൽ നടന്നു. നോക്കുമ്പോൾ ആ ബസ് അവിടെ നിൽക്കുന്നുണ്ട്, ആ ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്നുണ്ട്. ഡോറ് രണ്ടും തുറന്നിങ്ങനെ നിൽക്കുന്നുണ്ട്. ചെന്നു നേരെ കയറി കഴിഞ്ഞപ്പോൾ എന്നെ കാത്തു നിൽക്കണ പോലെയായിരുന്നു. കയറി നേരെ കണ്ടക്ടർ വാതിലടച്ചു, ടിൻഡിങ് അടിച്ചു. ഒരു 10 സെക്കൻഡ് 15 സെക്കൻഡ് വൈകിയിരുന്നുണ്ടെങ്കിൽ എനിക്ക് ആ ബസ് കിട്ടില്ല. അപ്പോൾ ശരിക്ക് എന്നെ കാത്തു നിൽക്കുന്ന പോലുള്ളൊരു അനുഭവമാണ് തോന്നിയത്. എന്തായാലും അതിൽ കയറി 20 റുപ്യ നേരെ ശ്രീ മൃദംഗശൈലേശ്വരി ക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞു. വളരെ നല്ലൊരു അമ്പലം. അപ്പോൾ അവിടെ എത്തി. അപ്പോൾ അവിടെ മുമ്പിലൊരു കുളമുണ്ട്. അപ്പോൾ ഇവിടെയാണ് കോട്ടയത്ത് തമ്പുരാൻ ഈ കഥകളി ചിട്ടപ്പെടുത്തുമ്പോൾ സ്ത്രീവേഷം ചിട്ടപ്പെടുത്താൻ പറ്റുന്നില്ല അദ്ദേഹത്തിന്. അപ്പോൾ ആ ഒരു ഇതിൽ നിൽക്കുമ്പോഴാണ് അദ്ദേഹത്തിന് ഇവിടെ നിന്നിട്ടാണ് സ്ത്രീവേഷം എങ്ങനെയാണ് കഥകളിയിൽ ചിട്ടപ്പെടുത്തുക എന്നുള്ള ഒരു എന്താ പറയുക ജ്ഞാനം കിട്ടിയത്. അത് ഭഗവതി ആ കുളത്തിൽ പ്രത്യക്ഷപ്പെട്ടു എന്നാണ് പറഞ്ഞത്. അപ്പോൾ അരയ്ക്ക് മുകളിലായിട്ട് ഭഗവതി പ്രത്യക്ഷപ്പെടുകയും അവിടുന്നാണ് എങ്ങനെയാണ് ചിട്ടപ്പെടുത്തേണ്ടതെന്ന് അദ്ദേഹത്തിന് മനസ്സിലാവുകയും ചെയ്തത്. അപ്പോൾ അതുകൊണ്ടാണ് അത്ര കഥകളിയിൽ സ്ത്രീവേഷങ്ങൾക്ക് മുകളിലേ നിറം ഉള്ള ഉടുപ്പുണ്ടാവുള്ളൂ, അരയ്ക്ക് കീഴെ വെള്ളയവും ഉണ്ടാവുക എന്നുള്ളതാണ് മനസ്സിലാക്കിയത്. അവിടെ ഒരു ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അത് കഴിഞ്ഞ് പിന്നെ എപ്പോഴും എന്തോ സെർച്ച് ചെയ്തപ്പോൾ കിട്ടിയതാണ് ഈ ഒരു വിവരം. അപ്പോൾ ആ ഒരു കുളം കണ്ടു. ആ കുളത്തിൻ്റെ നടുവിൽ ഒരു സ്ത്രീ വേഷം പോലെ ഒരു എന്താ പറയുക ഒരു പ്രതിമ പോലെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്താ പറയുക, ഇത് റിസപ്ഷൻ അല്ല, എന്താ എന്താ പ്രസാദം കൊടുക്കല്ല, ചീട്ടാക്കുന്ന സ്ഥലമുണ്ട്. അവിടെ ഞാൻ ചെന്ന് ചോദിച്ചു. അപ്പോൾ ബാഗ് വെക്കാൻ ക്ലോക്ക് റൂം ഒന്നും കാണാനില്ല. അപ്പോൾ ഞാൻ അവിടെ ഒരു ഹോള് പോലെ ഉണ്ട്, ഹോള് ഈ ഓപ്പൺ ഓഡിറ്റോറിയം, അവിടെ കുറേ കസാലകൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഞാൻ ഒന്ന് അകത്ത് പോയി തൊഴുകയാണ്, ഞാൻ എൻ്റെ ഒരു തോൾ ബാഗ് മാത്രമേ ഉള്ളൂ, അതിൽ കുറച്ച് ഡ്രസ്സും ഒക്കെയാണ്. അപ്പോൾ ഇതൊക്കെ ഞാൻ ഇവിടെ വെക്കുകയാണ്, ഞാൻ അകത്ത് പോയി തൊഴട്ടെ എന്ന് ചോദിച്ചപ്പോൾ പൊക്കോളൂ എന്ന് പറഞ്ഞു. എന്നിട്ട് എന്തായാലും അവിടെ കുറച്ച് ചില എന്താ പറയുക അതിൻ്റെ ചീട്ടാക്കി, അത് കഴിഞ്ഞിട്ട് നേരെ കുളത്തിൽ പോയി കാലുമുഖം ഒക്കെ നന്നായിട്ട് കഴുകി. അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ പോരുമ്പോൾ കുളിച്ചിട്ടില്ല, കാരണം കൊട്ടിയൂർ പോയി കഴിഞ്ഞാൽ വാവലിപ്പുഴയിൽ കുളിക്കണം, പിന്നെ തീർത്ഥക്കുളത്തിൽ കുളിക്കണം, അത് കഴിഞ്ഞിട്ട് കയറുള്ളൂ. അപ്പോൾ പിന്നെ രാവിലെ ഇവിടുന്ന് കുളിക്കണ്ടല്ലോ വെച്ചിട്ട് രാവിലെ കുളിച്ചില്ല. പക്ഷേ ഇന്നലെ രാത്രി നല്ലോണം ഒന്ന് കുളിച്ചിരുന്നു. അപ്പോൾ അത് മതി, ഇന്നലെ രാത്രി കുളിച്ചല്ലോ, പിന്നെ ഭക്ഷണം കഴിക്കലോ ഒന്നും ഉണ്ടായിട്ടില്ല. കാലുമുഖം കഴുകാം വെച്ചിട്ട് കഴുകി. എന്നിട്ട് ഞാൻ ചോദിച്ചു, പാൻറ്റ് ഇട്ട് കയറാൻ പാട് ചോദിച്ചു. അപ്പോൾ പാൻറ്റേ ഉള്ളൂ, ജീൻസേ ഉള്ളൂ. അപ്പോൾ കയറാൻ കുഴപ്പമില്ല, പാൻറ്റ് ഇട്ട് കയറാം എന്ന് പറഞ്ഞു. എന്തായാലും കയറി കഴിഞ്ഞപ്പോൾ ശീവേലിക്ക് പുറത്തേക്ക് എഴുന്നള്ളിക്കുകയാണ്. അപ്പോൾ അമ്മ പണ്ട് പറഞ്ഞിട്ടുണ്ട്, അമ്പലത്തിലെ തൊഴാൻ ഏറ്റവും നല്ല സമയം ശിവേലിക്ക് പുറത്തേക്ക് എഴുന്നള്ളിക്കുമ്പോഴാണ്. കാരണം ഭഗവാൻ നമ്മളെ കാണാനായിട്ട് പുറത്തേക്ക് ഇറങ്ങുകയാണ്. ആ സമയത്ത് തൊഴുക എന്നുള്ളത് കേമായിട്ടുള്ളത് തന്നെയാണ് അത്രേ. അപ്പോൾ എന്താ പറയുക, ഈ ഭഗവതി പുറത്തേക്ക് വരുന്നു. അപ്പോൾ ഞാനങ്ങോട്ട് അകത്തേക്ക് കയറുമ്പോൾ ഇങ്ങനെ നടയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഞാൻ എന്നിട്ട് ഈ ഭഗവതിയുടെ പിന്നാലെ 3 പ്രാവശ്യം പ്രദക്ഷിണം വെച്ചിട്ട് അത് കഴിഞ്ഞപ്പോൾ ഭഗവതി ഉള്ളിലേക്ക് പോയി. ഇവരൊക്കെ കൂടിയിട്ട് ഞാനും അവിടെ പോയി സുഖമായിട്ട് തൊഴുതു. അസലായിട്ട് ഒരു തിരക്കുമില്ല. തിരക്കുണ്ട്, ഒരു 10-20 ആളുണ്ട്, പക്ഷെ എന്നാലും അതൊന്നും ഒരു തിരക്കേ അല്ല. സുഖമായിട്ട് നടയിലിരുന്ന് തൊഴാൻ പറ്റി. നല്ലോണം നാമം ചൊല്ലി. പിന്നെയും ഉള്ളിൽ തന്നെ ഒരു 3 പ്രാവശ്യം പ്രദക്ഷിണം വെച്ചു. അത് കഴിഞ്ഞ് അപ്പോൾ ഓരോ പ്രാവശ്യവും പ്രദക്ഷിണം വയ്ക്കുമ്പോൾ ദക്ഷിണ വയ്ക്കും. എന്തായാലും വളരെ സുഖമായി. ഭഗവതി ഉണ്ട്, തൊട്ടടുത്ത് ഗണപതി ഉണ്ട്, പുറത്ത് ശാസ്താവുണ്ട്. അപ്പോൾ ഇവരൊക്കെ നല്ലോണം തൊഴുതു. അവിടുന്ന് പിന്നെ ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി അറിയില്ലോ ഞങ്ങളുടെ പോകേണ്ടതെന്ന് അറിയില്ലല്ലോ. അപ്പോൾ വീണ്ടും ഗൂഗിൾ മാപ്പ് നോക്കി, അപ്പോൾ കാക്കയങ്ങാട്ടേക്ക് പോകണം, അവിടെ നിന്നാണ് പിന്നെ കൊട്ടിയൂർക്കുള്ള കണക്ഷൻ. അപ്പോൾ പുറത്തിറങ്ങിയിട്ട് ഏത് ബസ്സാണ് എങ്ങനെയാണ് ഒന്നും അറിയില്ല. അപ്പോൾ നോക്കുമ്പോൾ ഒരു ഓട്ടോക്കാരങ്ങനെ മുമ്പിൽ പോയി. അപ്പോൾ ഞാൻ ഈ അന്തമിട്ട് ഇങ്ങനെ നിൽക്കണുണ്ട്. അപ്പോൾ അയാളിങ്ങനെ പോയി ഒന്ന് നിന്നു. അപ്പോൾ ഞാൻ അയാളോട് ചോദിച്ചു, നിങ്ങൾ കാക്കയങ്ങാട്ടേക്ക് പോവുകയാണോ എന്ന് ചോദിച്ചു. പറഞ്ഞു കാക്കയങ്ങാട്ടേക്കല്ല, ഞാൻ കുറച്ച് ദൂരെ പോകുന്നു, വേണം വെച്ചാൽ കാക്കയങ്ങാട്ടേക്ക് കൊണ്ടാക്കാം. ഞാൻ പറഞ്ഞു വേണ്ട കുഴപ്പമില്ല, ഞാൻ ബസ് കാത്തുന്നോളാം, അടുത്ത ബസ് എപ്പോഴാണെന്ന് ചോദിച്ചു. അപ്പോൾ അപ്പോഴേക്ക് ഏതാണ്ട് 9:10 രാവിലെ. 9:30 ഒരു ബസ്സുണ്ട്, അതിന് പൊക്കോളൂ എന്ന് പറഞ്ഞു. ശരി ആയിക്കോട്ടെ, ഞാൻ അവിടെ നിൽക്കാം എന്ന് പറഞ്ഞിട്ട്, കാരണം കൊട്ടിയൂർ എത്തേണ്ട തിരക്കില്ലല്ലോ, അവിടെ ക്ലീൻ ചെയ്യണമല്ലോ, ക്ലീൻ ചെയ്തിട്ട് വേണമല്ലോ എനിക്ക് അവിടെ എത്താൻ. അപ്പോൾ അവിടെ നിന്നപ്പോൾ വേറൊരു ഓട്ടോറിക്ഷ വന്നു.
ഒരു ഈ വെള്ളിമൂങ്ങ എന്നൊക്കെ പറയുന്നൊരു തരം ഓട്ടോറിക്ഷ ഉണ്ട്. അതായത് കാറുമല്ല ഓട്ടോറിക്ഷയല്ല ഒരു സാധനം. പിന്നിൽ ആളുകൾക്ക് 2-4 പേർക്ക് ഇരിക്കാം. മുമ്പിൽ ഇയാൾക്ക് ഹാൻഡിലല്ല സ്റ്റിയറിംഗ് ആണ്. അങ്ങനത്തെ ഒരു പരിപാടിയാണ്. മുമ്പിലും 1-2 പേർക്ക് ഇരിക്കാം എന്നുള്ളൊരു ഐറ്റം. അപ്പോൾ അതിൽ അയാൾ അവിടെ എൻ്റെ മുമ്പിൽ വന്ന് നിന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു കാക്കയങ്ങാട്ടേക്ക് പോകാമെന്ന് ചോദിച്ചു. പറഞ്ഞാൽ അതെ കയറിക്കോളൂ എന്നാണ്. ആയിക്കോട്ടെ കയറി. ഇയാൾ നേരെ കാക്കയങ്ങാട്ടേക്ക് അവിടെ എത്തിച്ചു. 10-20 റുപ്യ മേടിക്കുക ഉണ്ടായി. ഷെയർ ഓട്ടോ എന്നുള്ള രീതിയിലാണ് അയാൾ എന്നെ കൊണ്ടാക്കിയത്. അതിൻ്റെ ഇടയിലും 1-2 പേര് വഴിയിൽ നിന്ന് കയറി. അപ്പോൾ എന്തായാലും അയാൾക്ക് വലിയ നഷ്ടം വന്നിട്ടില്ല എന്നെ കയറ്റിക്കൊണ്ടും. അല്ലെങ്കിൽ അയാൾക്ക് ആവശ്യമുള്ളത് എടുത്തു. ഞാൻ 100 റുപ്യ എടുത്തു. എത്ര എടുത്ത് തിരിച്ചു വന്നുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ 80 റുപ്യ തിരിച്ചു വന്നു. ഈ കാക്കയങ്ങാട്ട് അവിടെ നിൽക്കുകയാണ്. അപ്പോൾ കാക്കയങ്ങാട്ട് എത്തി ഇങ്ങനെ നിൽക്കുമ്പോൾ ഈ ബസ്സുകൾ 1-2 വരുന്നുണ്ട്. അപ്പോൾ അതിലൊരെണ്ണം ഈ പേരാവൂർക്കുള്ള ബസ് പിന്നെയും വന്നു. അപ്പോൾ നേരത്തെ നമുക്ക് പേരാവൂർ അറിയാം, അത് പോണ വഴിക്കാണ് അത്. അപ്പോൾ ഞാൻ ആ കണ്ടക്ടറോട് ചോദിച്ചു, പ്രൈവറ്റ് ബസ്സാണ്. അയാൾ ചോദിച്ചു കൊട്ടിയൂർക്കാണ് പോകേണ്ടത്. കൊട്ടിയൂർക്കാണോ? തൊട്ട് പിന്നിലൊരു വണ്ടിയുണ്ട്. അപ്പോൾ കുറേ സർവീസുകളുണ്ടായിരുന്നു. അപ്പോൾ ഈ ഇതായതുകൊണ്ട് സ്ത്രീകളുടെ ഒക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ ഒരു സർവീസുകൾ നിർത്തി. പക്ഷേ അപ്പോഴൊക്കെയായിട്ടൊക്കെ ഇടയ്ക്കിടയ്ക്ക് ബസ്സുകളുണ്ട്. ഇപ്പോഴൊരു ബസ്സുണ്ട്, അത് കുത്തി നിറഞ്ഞിട്ടാണ് പറഞ്ഞത്. നിങ്ങളൊരു പണി ചെയ്യൂ, നിങ്ങൾ പേരാവൂർക്ക് ഈ ബസ്സിൽ വന്നോളൂ. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അവിടുന്ന് വേറെ ബസ് കിട്ടും, ഇതിൽ കയറുകയാണ് നല്ലത് എന്ന് പറഞ്ഞു. എന്തായാലും അതിൽ കയറി. അത്യാവശ്യം നല്ല തിരക്കുണ്ട്. ഇതിലും നിന്നു. ആ ബസ്സിലെ ഒരുമാതിരി എല്ലാവർക്കും ഞാൻ എങ്ങടാ പോണേ എന്നുള്ളതും ഒക്കെ അറിയാം. ആളുകൾ വന്ന് ഇങ്ങനെ ഉപദേശിക്കുക, പേരാവൂരല്ലേ, പേരാവൂരിൽ നിന്ന് നിങ്ങൾക്ക് ഇന്ന ബസ്സാണ് കിട്ടുക, ഇവിടുന്ന് ഒരു ബസ് വരുന്നുണ്ട്, ഇവിടെ ഇറങ്ങിക്കോളൂ. എല്ലാവരും എന്നോട് സഹായിക്കലേ. അപ്പോൾ ഒരാൾ ഇറങ്ങാറായപ്പോഴേക്കും അയാളുടെ സ്റ്റോപ്പ് എത്തി ഇറങ്ങുമ്പോൾ അയാൾ ബാക്കി അതെ ഇയാളെ കൊട്ടിയൂർക്ക് എത്തിക്കണം കേട്ടോ. എന്തിനാ ഇങ്ങനെയൊക്കെ സഹായിക്കണ ആളുകൾ എന്നുള്ള അറിയില്ല. തൊട്ടടുത്തുള്ള ആൾ വീണ്ടും പറഞ്ഞു, ഇങ്ങനൊരു ബസ്സാണ്, കൊട്ടിയൂർ എത്തിക്കഴിഞ്ഞ് ഇവിടെ ഇറങ്ങണം, ഇവിടെ ഇറങ്ങി അങ്ങോട്ട് നടക്കണം ഒക്കെ പറഞ്ഞു തരുന്നുണ്ട്. വളരെയധികം സ്നേഹമുള്ള ആൾക്കാരവിടെ. അത് കഴിഞ്ഞ് ഈ പേരാവൂർ ബസ് സ്റ്റാൻഡിലെത്തിയപ്പോൾ കണ്ടക്ടർ ബസ്സിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് അയാൾ പറഞ്ഞു, അവിടെ ബസ് സ്റ്റാൻഡിൽ ബസ് വിളിച്ച് പറയുന്ന ഒരാളുണ്ട്, അയാളുടെ അടുത്ത് എന്നെ കൊണ്ടാക്കിയിട്ട് പറഞ്ഞു ഇയാൾക്ക് കൊട്ടിയൂർക്കാണ് പോകേണ്ടത്, കൊട്ടിയൂർ ബസ് വന്നു കഴിഞ്ഞാൽ ഇയാൾ അതിൽ കയറ്റി വിടണം എന്ന് പറഞ്ഞു. ഇത്രയൊക്കെ ശ്രദ്ധിച്ച് സ്നേഹിച്ച് ഉള്ള ആൾക്കാരാണ് ഇവിടെ ഉള്ളത്. ഇയാൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ബസ് വന്നപ്പോൾ അയാൾ പറഞ്ഞു അതാ ഇത് കൊട്ടിയൂർക്കാണ് പോണേ. അപ്പോൾ പറഞ്ഞ പോലെ തന്നെ കൂത്തി നിറഞ്ഞിട്ട് തന്നെയാണ് ആൾക്കാർ വരുന്നത്. അതിലെങ്ങനെയൊക്കെയോ ഒരു സ്ഥലം കണ്ടെത്തി അതിൻ്റെ ഉള്ളിൽ കുത്തി കയറി. ഫുട്ബോളിലാണ് സ്വാഭാവികമായിട്ടും ഫുട്ബോളിൽ നിന്ന് ലേശം ഒന്ന് മുകളിൽ കയറി നിൽക്കണ്ടോയെന്നൊരു സംശയം, ഒരു കാലിൻ്റെ ഒരു അറ്റത്തെ മുകളിൽ കയറി നിൽക്കണ്ടോയെന്നൊരു സംശയം. അങ്ങനെ കുറച്ച് ദൂരം പോയി കഴിഞ്ഞു. അങ്ങനെ പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ എന്തായാലും കൊട്ടിയൂരെത്തി. കൊട്ടിയൂർ ഏതാണ്ട് ഒരു 11:15 കഴിഞ്ഞു എത്തിയപ്പോഴേക്കും. പിന്നെ അത്യാവശ്യം അറിയാം, 2-4 പ്രാവശ്യം പോയോണ്ട് ഏതാണ്ട് എങ്ങടാ പോകണ്ടേ എന്നുള്ളതറിയാം. കഴിഞ്ഞ കൊല്ലമൊക്കെ വരുമ്പോൾ നല്ല തിരക്ക് തന്നെയായിരുന്നു. ഇടിയായിരുന്നു അവിടെ, നല്ല ക്യൂ ആയിരുന്നു. അത് എനിക്ക് തോന്നുന്നത് സ്ത്രീകൾക്ക് ഉള്ള എന്താ പറയുക, അകത്തേക്ക് പോകാനുള്ള അനുവാദം ഇല്ലാണ്ടാക്കിയതിൻ്റെ പിറ്റേ ദിവസമാണ് പോകുന്നത്. ഇത് പിന്നെ 2 ദിവസം കൂടി കഴിഞ്ഞു. അപ്പോൾ കുറേ കൂടി തിരക്ക് കഴിഞ്ഞിരുന്നു തോന്നിയിട്ട് മാത്രമല്ല, ഈ ബസ്സിലിരിക്കുമ്പോൾ തൊട്ടടുത്തുള്ള ആൾ അങ്ങനെ ചോദിക്കേണ്ട എങ്ങടെ പോകണം. അപ്പോൾ കൊട്ടിയൂർ 24-ാം തീയതി, അതായത് നാളെയാണ് അടയ്ക്കുക. ശരിക്കും നാളെയാണ് നിങ്ങളവിടെ നിൽക്കേണ്ടത്. നാളെ നിന്ന് കഴിഞ്ഞാൽ ഈ വാളും കൊണ്ട് തിരിച്ച് പോകുന്ന ഒരു ആളുണ്ട്, അയാൾ ഓടിപ്പോണതും കുറേ നല്ല രസമുള്ള പരിപാടികൾ അവിടെ ഉണ്ട്. നാളെയാണ് നിങ്ങൾക്ക് ശരിക്കും നിൽക്കേണ്ടത് എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് തോന്നി പെരുമാൾ എന്നാൽ എന്നെ ഇന്ന് രാത്രിയും കൂടി ഇവിടെ നിർത്തുകയാവും, നാളെ പോയാൽ മതി എന്നാവും പറയുണ്ടാവുക എന്ന് വിചാരിച്ചു. പക്ഷെ എന്തായാലും അതുകൊണ്ടായിരിക്കാം ഇന്ന് തിരക്കില്ല. അത് ഇവരൊക്കെ നാളെ വരുള്ളൂ അത്രേ, ഇന്ന് ആരും പോവില്ല. ഇന്ന് പോണേക്കാൾ നല്ലത് നാളെയാണ്. അപ്പോൾ അതുകൊണ്ടാവും ചിലപ്പോൾ തിരക്കില്ലാണ്ടായിരുന്നുണ്ടാവുക. അപ്പോൾ എന്തായാലും നേരെ നടന്നു. 2 പാലം കടക്കാനുണ്ട് വാവലിപ്പുഴയുടെ കുറുകെയുള്ളത്, അതിലൊന്നും ആളില്ല. നേരെ പോയി ഈ ശ്രീധരൻ ചേട്ടൻ തമ്പൂരിയുടെ കയ്യാലയിലേക്ക് പോയി. അപ്പോൾ അവിടെ ബാഗ് വെച്ചു. അവിടെ എത്തിക്കഴിഞ്ഞ് അപ്പോൾ ആരാന്ന് ചോദിച്ചപ്പോൾ ഈ പ്രദീപേട്ടൻ്റെ മകനുണ്ട് ഒരാൾ, സദ്യോജാതൻ എന്നിട്ട് അയാൾ എൻ്റെ മകൻ്റെ ഏതാണ്ട് അതേ പ്രായമാണ്. അപ്പോൾ അയാൾ ഇല്ല, തിരുമേനി ഞങ്ങളുടെ പുഷ്പാഞ്ജലിക്ക് പോയിക്കാണ്. ഞാൻ ഇവിടെ ബാഗ് വെച്ചിട്ട് ഞാൻ കുളിക്കാൻ പോവുകയാണ്. ഒരു തോർത്തുണ്ട് ചുറ്റി നേരെ പുഴയിൽ പോയി കുളിച്ചു. എന്നിട്ട് നേരെ വന്നിട്ട് ഇവിടെ ഈ തീർത്ഥക്കുളത്തിൽ കുളിച്ചു. തീർത്ഥക്കുളത്തിൽ കുളിച്ച് അബദ്ധവശാൽ ഞാൻ ശുദ്ധമാറി. വെച്ചാൽ ഈ ഒട്ടും മനസ്സിലാവില്ല എങ്ങനെ പോയാലാണ് ശുദ്ധമായിട്ട് നിൽക്കുക, എവിടെയാണ് ശുദ്ധമല്ലാണ്ടാവുക എന്നുള്ളത് അറിയില്ല. അപ്പോൾ ജസ്റ്റ് അങ്ങോട്ട് കാല് വെച്ചപ്പോഴേക്കും അവിടെ ആ തറയിൽ ഇരിക്കുന്ന ഈ പ്രസാദം കൊടുക്കുന്ന ഒരു ഏട്ടനുണ്ട്. അദ്ദേഹം വിളിച്ചു പറഞ്ഞാൽ തൻ്റെ ശുദ്ധം മാറി, താൻ വീണ്ടും കുളിച്ചിട്ട് വന്നോളൂ എന്ന് പറഞ്ഞു. അത് പലർക്കും പറ്റുന്നതാണ് തോന്നുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരിങ്ങനെ ശ്രദ്ധിക്കും എങ്ങനെ ശുദ്ധം മാറുണ്ടോ എന്നുള്ളത്. അപ്പം ഈ ശുദ്ധം മാറുക വെച്ചാൽ ഈ തറയുടെ തൊട്ട് സൈഡിലാണ് ഈ നേദ്യം വെക്കുന്നുണ്ടാവുക. നേദ്യച്ചോറ് ഇങ്ങനെ ചൂടാവുണ്ടാവും വിറകിട്ടിട്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു അത്ഭുതം വെച്ചാൽ ഈ വിറക് എത്ര കത്തിയാലും അവിടെ വെണ്ണീറുണ്ടാവില്ല അത്രേ. പറയണത് എന്താ വെച്ചാൽ ഈ വെണ്ണീർ മുഴുവൻ രാത്രി ഈ ഭൂതഗണങ്ങൾ എടുത്ത് പെരിന്തൽക്കോവിൽ കൊണ്ടിടുന്നത്രേ. അവിടെ എത്രയായാലും
വെണ്ണീർ കഴിയൂല. അങ്ങനെയാണ് അങ്ങനെ ഒരു കഥയാണ് കേട്ടേക്കുന്നത് പണ്ട്. അപ്പോൾ ആ ഒരു നേദ്യച്ചോറ് ഉണ്ടാക്കണതിൻ്റെ ഇടത്തെ ഭാഗത്ത് ശുദ്ധലായും വലത്തെ ഭാഗത്ത് ശുദ്ധമായിട്ടാണ്. അപ്പോൾ കുളിച്ച് കഴിഞ്ഞാൽ ആ ഒരു കുളത്തിൽ കുളച്ചാൽ ഒരു 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 ചെറിയൊരു മുറിയാണ്, ഒരു അതിൽ വെള്ളം നിറച്ച് വെച്ചേക്കുക, അതിലങ്ങോട്ട് ഇറങ്ങുക, കുളിക്കുക, പോരുക എന്നുള്ള രണ്ടാൾക്ക് നിൽക്കാനുള്ള സ്ഥലമേ ഉള്ളൂ. ഇല്ല, അത് കുളിച്ച് നേരെ ഞാൻ അബദ്ധവശാൽ ഇടത്തെ ഭാഗത്ത് ഒന്ന് കാല് തൊട്ട് ഒന്നങ്ങോട്ട് 2 പടി മുമ്പിലേക്ക് വെച്ചു. അപ്പോഴാണ് ശുദ്ധാലാണ്ടിയായി എന്നുള്ളത് വിളിച്ച് പറഞ്ഞത്. വീണ്ടും തിരിച്ചു പോയി ഈ തീർത്ഥക്കുളത്തിൽ, അത് 10 അടി വെക്കാനേ ഉള്ളൂ, അതിൽ പോയി കുളിച്ചു. അപ്പോൾ ഈ ആളുകൾ ഇങ്ങനെ ക്യൂ നിൽക്കണോ, അപ്പോൾ പിന്നെയും ക്യൂവിൻ്റെ പിന്നിൽ പോയി നിന്ന് ഇവിടെ കുളിച്ച് കഴിഞ്ഞ് നേരെ പ്രാവശ്യം വലത്തെ ഭാഗത്ത് കൂടെ. അപ്പോൾ അവിടെ കുറച്ച് വെണ്ണീർ വെച്ചിട്ടുണ്ടാവും ഭസ്മമായിട്ട് തൊടാനായിട്ട്, ഭസ്മൊക്കെ തൊട്ടു വീണ്ടും. എന്നിട്ട് നേരെ വലത്തെ ഭാഗത്ത് കൂടെ പോയി അവിടെ പോയി ഇരുന്നു. അവിടെ ഇരുന്നു നാമം ചൊല്ലി കുറേ നേരം, ഒരു അരമണിക്കൂറോളം അവിടെ ഇരുന്ന് നാമം ചൊല്ലി. അത് കഴിഞ്ഞപ്പോൾ ഒരാൾ വിളിച്ചു ചോദിക്കുന്നുണ്ട്, വെള്ളിക്കുടം ഇനി ആരെങ്കിലും വെക്കുന്നുണ്ടോ, ഞങ്ങളെയൊക്കെ നോക്കിയിട്ട് വെള്ളിക്കുടം വെക്കുന്നില്ലേ എന്ന് ചോദിച്ചു, അല്ലെങ്കിൽ വെള്ളിക്കുടം വെക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ തൊട്ടടുത്തുള്ള ആൾ പറഞ്ഞു, ഹൈ വെള്ളിക്കുടം വെക്കണില്ലേ എന്ന് ചോദിച്ചാൽ എങ്ങനെ വെക്കാതിരിക്കുക, വെക്കുകയാണ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അദ്ദേഹം ഏതൊരു വായനക്കാരനാണ് തോന്നുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം നേരെ പോയി. അപ്പോൾ ഈ എന്താ ഈ വെള്ളിക്കുടം എന്നുള്ളത് എനിക്കറിയില്ല. അപ്പോൾ ഞാൻ പിന്നെയും കുറച്ച് നേരം നാമം ചൊല്ലിയിട്ട് പോയി നോക്കി നോക്കുക എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, അവിടെ ആ തറയുടെ തൊട്ടടുത്ത് പോയിട്ട് നിന്നിട്ട് ഞാൻ അവിടെ അദ്ദേഹത്തോട് ചോദിച്ചു, വെള്ളിക്കുടം വെക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അതും ചീട്ടാക്കണം, ചീട്ടാക്കേണ്ട പറ്റില്ല. അപ്പോൾ ഞാൻ ഈ തറയിൽ വെക്കാൻ ദക്ഷിണ തന്നെ എടുക്കാൻ മറന്നിരിക്കണം, കാരണം ഒരു തോർത്ത് കൊടുത്തിട്ട് നേരെ വന്ന് കുളിക്കണ്ടായിരിക്കണത്. അപ്പോൾ അത് ഒരു അബദ്ധമായി, പൈസ എടുക്കണമായിരുന്നു. അപ്പോൾ കയ്യിൽ പൈസ ഇല്ല, അപ്പോൾ ചീട്ടാക്കണമെങ്കിൽ പൈസ കൊടുക്കണം. മൊബൈൽ എടുത്തിട്ടില്ല, ഒന്നും എടുത്തിട്ടില്ല, വാച്ച് ഒന്നും എടുത്തില്ല, ആകെ ഒരു തോർത്തൊന്നും എടുത്തിട്ടാണ് വെച്ചാൽ കോണോ ചുറ്റിട്ടാണ് ഇങ്ങോട്ട് പോന്നേക്കണത്, കണ്ണടയിൽ ഒന്നുമില്ല. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ പറ്റില്ല, ഇക്കൊല്ലം പറ്റുണ്ടാവില്ല, എന്നാൽ അടുത്ത കൊല്ലം ആവാം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിനോട് പറഞ്ഞു. ഇത് പറഞ്ഞു, വേണ്ട കുഴപ്പമില്ല, നിങ്ങൾ വേഗം പോയി ചീട്ടാക്കിയാൽ നിങ്ങൾക്ക് കിട്ടും. പറഞ്ഞു, ഇല്ല ഇനിയിപ്പോൾ പൈസ എടുത്ത് വന്ന് വീണ്ടും ശുദ്ധമായി ഇത് വേണം, വേണ്ട ഞാൻ അടുത്ത കൊല്ലം. അപ്പോൾ അപ്പുറത്തുള്ളൊരു നമ്പൂരി അപ്പോഴേക്കും നടന്നുകൊണ്ടിരുന്നു, കൊല്ലം വേണ്ട അടുത്ത കൊല്ലം മതി. അത് അറിയില്ല, അതൊക്കെ ചിലപ്പോൾ ഹിൻഡുകളായിരിക്കും, അടുത്ത കൊല്ലത്തേക്ക് റിസർവ് ചെയ്ത് വെച്ചതാവും, അടുത്ത കൊല്ലം വരണം, വന്നിട്ട് വെള്ളിക്കുടം വെക്കണം. അപ്പോൾ വെള്ളിക്കുടം എന്താ വെച്ചാൽ ഒരു കുടം, വെള്ളി കൊണ്ട് ഉണ്ടാക്കിയാണ് ഒരു കുടം, ഒരു കയ്യിൽ ഒതുങ്ങാവുന്ന അത്രയും വലുപ്പത്തിലൊരു കുടം. അതിൻ്റെ വായ വാട്ടിയ വാഴയില കൊണ്ട് മൂടിയിട്ടുണ്ട് അതിൻ്റെ വായ. അപ്പോൾ അത് ഒരു ഇലയിൽ ഈ തറയുടെ കുറച്ച് ഇപ്പുറത്തായിട്ട്, അല്ലെങ്കിൽ ആ തറയുടെ കുറച്ച് പിന്നിലേക്കായിട്ട് വെക്കുക. അപ്പോൾ അത് ഇവിടുന്ന് ഒരാൾ കൊണ്ടുപോയിട്ട് അതിൻ്റെ വായ തുറക്കും, എന്നിട്ട് അതിൻ്റെ ഉള്ളിലത്തെ സാധനം അത് വിളക്ക് വയ്ക്കുക. അതിൻ്റെ ഉള്ളിലത്തെ എന്താ വെച്ചാൽ നെയ്യാണ്. ബേസിക്കലി നെയ് വിളക്ക് നമ്മൾ അമ്പലത്തിൽ വെക്കണതിൻ്റെ ഒരു വേറെ രീതി എന്ന് മാത്രമേ ഉള്ളൂ എന്നാണ് തോന്നുന്നത്. അപ്പോൾ എന്തായാലും അവിടെയുള്ള വിളക്കിലൊഴിക്കും, എന്നിട്ട് ഈ എന്താ പറയുക, ഈ തിരികൾ ഒന്നും കൂടിയും കത്തിക്കണമായിട്ട് കാണിക്കും. അപ്പോൾ ഓരോ പ്രാവശ്യവും ഈ നെയ്യ് ഒഴിച്ച് വീണ്ടും വിളക്ക് കത്തിക്കുക എന്നുള്ളതായിരിക്കും സങ്കല്പം. അപ്പം ഞാൻ നോക്കുമ്പോൾ ഓക്കെ, ഇനിയിപ്പോൾ എന്തായാലും ഇക്കൊല്ലം വേണ്ട അടുത്ത കൊല്ലം മതി. അപ്പോൾ അതങ്ങനെ ഒന്ന് കണ്ടു. എന്തായാലും എന്നിട്ട് ഞാൻ നേരെ തറയുടെ അടുത്ത് പോയിട്ട് നിന്നപ്പോൾ അവിടെ ഏട്ടൻ, ഇപ്പോൾ ശുദ്ധമാറി എന്ന് പറഞ്ഞല്ലോ, അദ്ദേഹം പ്രസാദവും തീർത്ഥമൊക്കെ തന്നു. പിന്നെ ആ തറയിൽ നിന്ന് ഈ സ്വയംഭുവായിട്ടുള്ള ആ ഒരു ഇത് നോക്കി നിന്നത്. അപ്പോൾ സ്വർണം കെട്ടിയൊരു രുദ്രാക്ഷമാലയുണ്ട്, സ്വയംഭുവായിട്ടൊരു ഗോളൊക്കെ വെച്ചിട്ടുണ്ട്, അതിൻ്റെ മുകളിൽ തുളസിമാലയും തെച്ചിപ്പൂവും കൊണ്ട് നിറഞ്ഞിങ്ങനെ നിൽക്കുകയാണ്. എന്താ ഭംഗി എന്നറിയില്ല. അപ്പോൾ അതും കണ്ട് നിന്നൊരു പിന്നെയും ഒരു 20-25 മിനിറ്റ് നിന്നുണ്ടാവും തന്നെയാണ് തോന്നുന്നത് അവിടെ. അതിങ്ങനെ തൊഴുതു നിന്നു കുറേ നേരം. പിന്നെ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ബോറടിക്കുമല്ലോ. ഒരു കുറച്ച് കഴിഞ്ഞ് ഇപ്പോൾ ഏതാണ്ട് ഒരു 12:30 1 മണിയാവാറായി തോന്നുന്നുണ്ട് അപ്പോഴേക്കും. നേരെ താഴത്തേക്ക് ഇറങ്ങി. അപ്പോൾ വാളറ എന്നുണ്ടെന്നുണ്ട്. അപ്പോൾ ഈ ഭഗവതിയുടെ വാള് ഇപ്പോൾ ഓടി വരും ഒരാൾ, ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു അമ്പലത്തിൽ നിന്ന് ഓടി വരും ഈ വാളും കൊണ്ട്. അത് ഈ അക്കരെ കൊട്ടിയൂർ തുറന്നിരിക്കുന്ന സമയത്ത് അവിടെ വാള് വെച്ച് പൂജിക്കുക. അത് കഴിഞ്ഞാൽ നാളെ ആകുമ്പോൾ ഇതെടുത്ത് തിരിച്ച് ആ അമ്പലത്തിലേക്ക് തന്നെ ഒരാൾ ഓടിപ്പോവും ഒറ്റയ്ക്ക്. കുറേ കിലോമീറ്ററുകളുണ്ട്, നിർത്താണ്ട് ഓടണം. അങ്ങനെയാണ് അതിൻ്റെ ഒരു കഥ. അപ്പോൾ ആ വാളറയിൽ ഒരാൾ പൂജ കഴിക്കുന്നുണ്ട്. അവിടെ ഒന്ന് തൊഴുതു, എന്നിട്ട് നേരെ ഈ ഈ തന്ത്രിയുടെ കയ്യാലയിലേക്ക് പോയിട്ട് സജീവതന്നെ അവിടെ ഉണ്ട്. അയാളെ കണ്ടു. അയാൾ 4:30-5 മണിയായി കഴിഞ്ഞപ്പോൾ ഇന്നലെ രാത്രി. അപ്പോൾ ഞാൻ ഇത്ര നേരം കിടന്ന് ഉറങ്ങിയിരുന്നു എന്ന് പറഞ്ഞു. ആയിക്കോട്ടെ എന്ന് പ്രദീപേട്ടൻ്റെ ഒരു അനിയനാണോ ഏട്ടാണോ അറിയില്ല, ചില വല്യച്ഛൻ്റെ മകനാണ് തോന്നുന്നു, അദ്ദേഹം അവിടെ ഉണ്ട്. അപ്പോൾ അദ്ദേഹത്തിനെ ഒന്ന് കണ്ടു. അപ്പോൾ വള്ളൂരാണെന്ന് പറഞ്ഞപ്പോൾ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. ദക്ഷിണ വെച്ചു, പ്രസാദം തന്നു അവന് ഇറങ്ങാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഇറങ്ങുമ്പോൾ കഴിഞ്ഞ കൊല്ലം വന്നപ്പോൾ അവിടെ ഭക്ഷണം വെക്കണ ഒരു ഏട്ടനുണ്ട്, ഉദയശങ്കർ എന്ന് പറഞ്ഞൊരു ഏട്ടൻ. അപ്പോൾ അദ്ദേഹത്തിനോട് പറഞ്ഞു, ഞാൻ ഇറങ്ങാണ് കേട്ടോ ഏട്ടാ, അടുത്ത കൊല്ലം കാണാം എന്ന് പറഞ്ഞ് ഇറങ്ങുമ്പോൾ ഞാൻ ചായ ഉണ്ടാക്കി തരട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ സാധാരണ ഇതിൽ ഈ കയ്യാലയിൽ വരുമ്പോൾ വരുന്നവർക്കൊക്കെ ഭക്ഷണം കൊടുക്കും. ഞാൻ അത് വേണ്ട, സാരില്ല, ഞങ്ങൾ ഇറങ്ങാണ്, കുഴപ്പമില്ല. ഇപ്പോൾ ഭക്ഷണം ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ ഇന്നലെ ഇത്രയും രാത്രി ആയതുകൊണ്ടും കുറച്ച് വൈകിയാണ് ഇവരൊക്കെ നീട്ടെ. അപ്പോൾ അതുകൊണ്ട് രാവിലത്തെ ഭക്ഷണം ഇത്തിരി വൈകി ആയതുകൊണ്ട് ഉച്ചത്തെ ഭക്ഷണം ആയിട്ടില്ല. അപ്പോൾ പറഞ്ഞു, ചായ തരാം. അല്ല നിൽക്കൂ, കുഴപ്പമില്ല, പോകണ്ട. രാവിലെ ഒന്നും ഇതുവരെ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്നായിക്കോട്ടെ എന്ന് പറഞ്ഞു, ചായ മതി എന്ന് പറഞ്ഞു.
ഇല എടുത്തോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ കണ്ടൊരു ഇല പ്രസാദമുണ്ട്, നെയ്തിച്ചോറുണ്ട്, അതും തരാം. ഓ ആയിക്കോട്ടെ. ഒരു ഇല എടുത്തു. അപ്പോഴേക്കും വേറെയും 4-5 ആൾക്കാർ ഇതേപോലെ നമ്പൂരാർ വന്നു. അവരൊക്കെ കൂട്ടിയിട്ടൊരു ഒരു ഒരു എന്താ പറയുക, ഈ സ്റ്റീലിൻ്റെ ഒരു ടേബിളുണ്ട്, 2-3 പ്ലാസ്റ്റിക് ചെയറുണ്ട്. അപ്പോൾ അതിലൊക്കെ ഞങ്ങളിരുന്നു ഓരോ ഇല കഷ്ണമായിട്ട്. അപ്പോൾ അദ്ദേഹം നോക്കിയപ്പോൾ അവിടെ ഒരു 4-5 ഇഡ്ഡലി ബാക്കിയുണ്ട്. എന്നാൽ ഇഡ്ഡലി തരട്ടെ എന്ന് ചോദിച്ചു. ആയിക്കോട്ടെ എന്താ വെച്ചാൽ തന്നോളൂ തന്നു. ഇഡ്ഡലി തന്നു. കുറച്ച് സാമ്പാർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അടുപ്പത്തുനിന്ന് എടുത്ത് ആ സാമ്പാർ നേരെ ഇഡ്ഡലിയുടെ കൂടെ കഴിക്കാൻ. അതിനിപ്പോൾ നെയ്തിച്ചോറ് തന്നു. സുഭിക്ഷമായി. വിഭവങ്ങളുണ്ടായിരുന്നില്ല, പക്ഷേ വയറും മനസ്സും നിറഞ്ഞു നല്ലോണം. അത് കഴിഞ്ഞു. അപ്പോൾ ഏതാണ്ടൊരു 1 മണി ആവാറായി. ഇത് കഴിഞ്ഞപ്പോഴേക്കും 1 മണിക്ക് പിന്നെ അവിടെ നിന്ന് ഇറങ്ങി നേരെ കൊട്ടിയൂർ ബസ് സ്റ്റാൻഡിലേക്ക് എത്തി. അപ്പോൾ ഇനി എങ്ങോട്ടാ പോകേണ്ടതെന്ന് അറിയില്ല. അപ്പോൾ നോക്കി, ഗൂഗിൾ മാപ്പ് ഒന്നുകൂടി നോക്കി. ഗൂഗിൾ മാപ്പ് നോക്കിയപ്പോൾ അപ്പോൾ എൻ്റെ അടുത്ത് ഇഡ്ഡലിയും നെയ്തിച്ചോറൊക്കെ കഴിക്കണതിൻ്റെ ആ ഒരു കോട്ടയത്തു നിന്നാണ് വരണത്. അപ്പോൾ ഞാൻ ചോദിച്ചു എങ്ങനെയാണ് വന്നതെന്ന് ചോദിച്ചപ്പോൾ തലശ്ശേരി വരെ ട്രെയിനുണ്ട്, തലശ്ശേരിയിൽ നിന്ന് 2 മണിക്കൂറോളം എടുത്തു കൊട്ടിയൂരെത്താൻ. അപ്പോൾ ആ ഒരു മനസ്സിൽ ആണ് നോക്കിയത്, തലശ്ശേരിക്ക് പോകാം. അപ്പോൾ മാപ്പ് നോക്കുമ്പോൾ ഒന്നുകിൽ കണ്ണൂർക്ക് പോകാം. കണ്ണൂർ ഏറ്റവും നോർത്തുള്ള സ്ഥലമാണ്, ഈ കൊട്ടിയൂരിനേക്കാൾ നോർത്താണ്. അതിൻ്റെ അത്ര തന്നെ നോർത്തല്ല തലശ്ശേരി, അതിൻ്റെയും കുറച്ചുകൂടി സൗത്താണ് മാഹി. പിന്നെ കോഴിക്കോട്, പരപ്പനങ്ങാടി എന്നിട്ട് ഇങ്ങനെ താഴത്തേക്ക് പോകും. അങ്ങനെയാണ് ഒറ്റപ്പാലത്ത് എത്തുക. അപ്പോൾ റോഡ് വഴി പോകാം. റോഡ് വഴി പോവുകയാണെങ്കിൽ ഏതാണ്ട് 5 മണിക്കൂർ എടുക്കും. ട്രെയിനാണെന്നുണ്ടെങ്കിൽ 2.5 മണിക്കൂർ കൊണ്ട് എത്തും. പക്ഷേ തലശ്ശേരി എത്തണം, തലശ്ശേരിയോ കണ്ണൂരോ എത്തണം. അപ്പോൾ എന്നാൽ തലശ്ശേരിക്ക് പോകാൻ വെച്ചിട്ട് നോക്കുമ്പോൾ തലശ്ശേരി ബസ്സുകളവിടെ നിൽക്കുന്നുണ്ട്. ഒരു തലശ്ശേരി ബസ്സിൽ കയറി. അവിടുന്ന് 70 റുപ്യയാണ് തലശ്ശേരി നോക്കുമ്പോൾ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ നോക്കി മറ്റേ അടുത്ത് ട്രെയിൻ എപ്പോഴും നോക്കുമ്പോൾ ഒരെണ്ണം 1:30-ക്കുണ്ട്, പിന്നെ ഒരെണ്ണം 3 മണിക്കാണുള്ളത്. അപ്പോൾ ഞാനൊരു 1:10 ആയപ്പോഴേക്കും ഇവിടുന്ന് ബസ്സിൽ കയറി. 1:10-ന് കയറി ഏതാണ്ട് 2:10 2:20 ആയപ്പോഴേക്കും തലശ്ശേരി എത്തി. അപ്പോൾ തലശ്ശേരി എത്താറായപ്പോഴേക്കും റെയിൽവേ എന്ന് പറഞ്ഞിട്ട് വിളിച്ചപ്പോൾ ഞാൻ കണ്ടക്ടറോട് ചോദിച്ചപ്പോൾ എങ്ങനെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്നത് ചോദിച്ചപ്പോൾ ഇത് കൂടെ താഴത്തെ വഴിയുണ്ട്, പാലത്തിൻ്റെ അടിയിൽ കൂടെ അവിടെ എത്തും എന്ന് പറഞ്ഞു. എന്തായാലും പോയി 2:40 ആയപ്പോഴേക്കും റെയിൽവേ സ്റ്റേഷനിലെത്തി. അവിടുന്ന് ടിക്കറ്റ് എടുത്തു. അപ്പോൾ എറണാകുളം ഒരു ഇൻ്റർസിറ്റി ഉണ്ട് കണ്ണൂരിൽ നിന്ന് വരുന്നത്. കണ്ണൂരിൽ നിന്ന് 2:50 മറ്റേ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഇതാണ്. 2:55 സ്റ്റാർട്ട് ചെയ്യും. 3:10 ആകുമ്പോഴേക്കും ഇവിടെ എത്തും. ഇത് 5:40 ആകുമ്പോഴേക്കും 5:50 ആകുമ്പോഴേക്കും ഷൊർണൂർ എത്തും. അപ്പോൾ ഒറ്റപ്പാലത്തേക്കില്ല. ഒറ്റപ്പാലത്തേക്ക് നോക്കുമ്പോൾ പിന്നെ ഉള്ളത് വൈകുന്നേരം 5 മണിക്കുള്ളൂ. അപ്പോൾ ഞാൻ ഷൊർണൂരും പാലക്കാടൊക്കെ നോക്കുന്നത്. അപ്പോൾ ഷൊർണൂർക്കുള്ള ഇതാണ് ഞാൻ കണ്ടത്, 3:10 അപ്പോൾ ഞാൻ ടിക്കറ്റ് എടുക്കുന്നതിന് മുമ്പ് ഞാൻ അച്ഛനോട് ഇങ്ങനെ ഇടയ്ക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്, ഞാൻ ഇവിടെയാണ് ഇതാണെന്നൊക്കെ പറയുമ്പോൾ അച്ഛൻ പറഞ്ഞു, എന്നാൽ ഷൊർണൂർക്ക് എടുക്കണ്ട, നീ പട്ടാമ്പിക്ക് എടുക്കുക എന്ന് പറഞ്ഞു. പട്ടാമ്പിക്കാണെങ്കിൽ കുറച്ചും കൂടി ബസ്സുകളുണ്ടാവും, കാരണം ഗുരുവായൂർ പാലക്കാട് ബസ്സുകൾ ഇഷ്ടം പോലെ ഉണ്ടാവും, അവിടെ നിന്ന് എടുത്തോ എന്ന് പറഞ്ഞു. ശരി, എന്നാൽ ഷൊർണൂരിനൊക്കെ കുറച്ചും കൂടി അതിൻ്റെ തൊട്ട് മുമ്പത്തെ സ്റ്റോപ്പാണ്. പട്ടാമ്പിക്കുള്ള ടിക്കറ്റ് എടുത്തു. പറഞ്ഞ പോലെ 3:10 എത്തി. അത്യാവശ്യം നല്ല തിരക്കുണ്ട് ട്രെയിനിൽ. എന്നാലും ഇരിക്കാൻ സീറ്റ് കിട്ടിയേനും. ഈ തിരക്ക് കോഴിക്കോട് വരെ ഉണ്ടായിരുന്നു. അപ്പോൾ കോഴിക്കോട് വരെ അത്യാവശ്യം ഇടുങ്ങി പിടിച്ചേണ്ടിയിരുന്നത്. ഇനി കഴിഞ്ഞല്ലോ. കോഴിക്കോടായപ്പോൾ ഏതാണ്ട് പകുതി ട്രെയിനും കാലിയായി. അത് കഴിഞ്ഞപ്പോൾ ഈ ഇറങ്ങിയതിൻ്റെ ഇരട്ടി ആൾക്കാർ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി. ഭയങ്കര തിരക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്ക്. അപ്പോൾ നിൽക്കുക, ഈ 4 ആൾക്ക് ഇരിക്കാൻ പറ്റുന്ന സീറ്റിൽ 6 ആളാണ് ഇരിക്കണേ. അത് പോരാത്തതുകൊണ്ട് അതിൻ്റെ ഇടയിൽ ആൾക്കാർ നിൽക്കുക എന്നുള്ള അവസ്ഥയായിരുന്നു. അപ്പോൾ പോരാ, അതിൻ്റെ മുകളിൽ ലഗേജ് വെക്കാൻ മാത്രമായിട്ടുള്ള സ്ഥലങ്ങളുണ്ട്, അതിൻ്റെ മുകളിൽ ആൾക്കാർ കയറിയിരിക്കുക. അത്രയും ഇടിപിടിയായിട്ടാണ് പോന്നിരുന്നത്. ഈ ആളുകളൊക്കെ കോഴിക്കോട്, പരപ്പനങ്ങാടി, പിന്നെ തിരൂർ വരെ ആൾക്കാരുണ്ടായിരുന്നു. തിരൂരെത്തിയപ്പോൾ ആൾക്കാർ കുറച്ചൊന്ന് കുറച്ച്, എന്നാലും ആൾക്കാർ നിൽക്കുന്നുണ്ട്. പിന്നെയും അവിടെ ഇവിടേക്കായിട്ട് കുറച്ച് പേര്, എല്ലാവർക്കും സീറ്റ് അപ്പോഴും കിട്ടിയിട്ടില്ല. തിരൂർ കഴിഞ്ഞു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ കുറ്റിപ്പുറം, അത് കഴിഞ്ഞാൽ പിന്നെ പട്ടാമ്പി. പറഞ്ഞ പോലെ തന്നെ 5:40 എത്തേണ്ടതാണ്. 5:50 ആയപ്പോഴേക്കും പട്ടാമ്പി എത്തി. അപ്പോൾ ഉച്ചത്തെ പ്രസാദൂട്ടിൻ്റെ ഒക്കെ അത്യാവശ്യം ദഹിച്ചടങ്ങി. ഇടയിൽ കുറച്ച് ബിസ്ക്കറ്റ് കയ്യിലുണ്ടായിരുന്നു, അതും കഴിച്ചു. പക്ഷെ എന്നാലും അത്യാവശ്യം വിശപ്പുണ്ട്. ഇപ്പോൾ സാധാരണ ഇതിൽ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ കൊട്ടിയൂർ പോയി തിരിച്ചു വന്നപ്പോഴേക്കും നല്ല പനിച്ചിരുന്നു ഇവിടെ എത്തിയപ്പോഴേക്കും. അത് പക്ഷേ ഒരു 5-8 അമ്പലങ്ങൾ തൊഴുതുകൊണ്ടായിരിക്കാം, അത്രയും വയ്യാണ്ടി ആയതുകൊണ്ടായിരിക്കാം. പക്ഷേ ഇപ്രാവശ്യം ഇത്ര വയ്യാണ്ടി ആവേണ്ട വെച്ചിട്ട് പട്ടാമ്പി ഇറങ്ങുമ്പോൾ ചെറിയൊരു വിശപ്പുണ്ടായിരുന്നു. എന്തായാലും ഇവിടുന്ന് കഴിച്ചിട്ട് ഇനി ഇല്ലത്തേക്ക് പോകാൻ വെച്ചിട്ട് അവിടെ തൊട്ടടുത്തൊരു ആര്യാസ് എന്ന് പറഞ്ഞൊരു ഹോട്ടലുണ്ടായിരുന്നു. നേരെ ഈ റെയിൽവേ സ്റ്റേഷൻ്റെ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് അവിടെ പോയി ഒരു ദോശയും കാപ്പിയും കഴിച്ചു. അത് കഴിഞ്ഞ് ബസ്സിൽ നേരെ ഇങ്ങോട്ട് എന്താ പറയുക, പാലപ്പുറത്തേക്ക് എത്തി. വൈകുന്നേരം 7 ആയപ്പോഴേക്കും വിചാരിച്ച പോലെ തന്നെ 7-7:30 എത്തുന്നതാണ് ഞാൻ അച്ഛനോട് പറഞ്ഞിരുന്നത്. 7:10 ആയപ്പോഴേക്കും പാലപ്പുറത്തെത്തി. ഇവിടെ എത്തി. സുഖമായി എന്ന് പറഞ്ഞാൽ സുഖമായി. ഒട്ടും ബുദ്ധിമുട്ട്, എവിടെയും ഒരു ബുദ്ധിമുട്ടോ ഒരു തടസ്സം ഉണ്ടായിട്ടില്ല. അപ്പോൾ വളരെ സുഖമായിട്ടുള്ള ഒരു യാത്രയും ഭംഗിയായിട്ടുള്ള ദർശനങ്ങളും ആയിരുന്നു. ശ്രീ മൃദംഗശൈലേശ്വരി അമ്പലത്തിലേക്ക് പോകാമെന്ന് വിചാരിച്ചിട്ട് തന്നെയില്ല, വേറെ കുറേ അമ്പലങ്ങളായിരുന്നു. അപ്പോൾ ഭഗവതി വിളിച്ചു കൊണ്ടുപോയതാവും. ചൊവ്വാഴ്ചയായിരുന്നു ഇന്ന് ചൊവ്വാഴ്ചയാണ്. അപ്പോൾ ഇന്ന് ചൊവ്വാഴ്ച തൊഴണം എന്നിരിക്കും, ഭഗവതിയെ തൊഴണം എന്നുള്ളതുകൊണ്ട് അങ്ങോട്ട് വിളിച്ചുകൊണ്ടായതാവും. കൊട്ടിയൂരും പോയി തൊഴുതു. അവിടുന്ന് പ്രസാദം കിട്ടി, ഊണ് കഴിക്കാനും ഉള്ളത് ഭക്ഷണമായിട്ടും കിട്ടി, തൊടാനുള്ള പ്രസാദം കിട്ടി. അപ്പോൾ അങ്ങനെ ഇന്ന് വളരെ സന്തോഷകരമായിട്ടുള്ളൊരു 2 ദിവസമായിരുന്നു പെരുമാൾ ശരണം.